ഗുഡ് ഈവനിങ്. നമ്മൾ കഴിഞ്ഞ ദിവസം സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്ത് നിർത്തിയെന്ന് പറയുന്ന ആ ഒരു മിൻകോവ്സ്കി സ്പേസ് അല്ലെങ്കിൽ ഫോർ ഡയമെൻഷണൽ സ്പേസിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ആ ഒരു സ്പേസ് ലൈക്ക് എന്നും അതുപോലെ തന്നെ ടൈം ലൈക്ക് ഇന്റർവെൽസ്, രണ്ട് ഇന്റർവെൽസ് ഒക്കെ നമ്മളോട് പറഞ്ഞു. ഓക്കെ, അതാണ് നമ്മൾ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത ടോപ്പിക്ക്. ഇനി നമുക്ക് അടുത്ത് നോക്കേണ്ട ഒരു ടോപ്പിക് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മാസ് എനർജി റിലേഷൻ ആണ്. നെക്സ്റ്റ് ആയിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ദാറ്റ് ഈസ് ദ വേരിയേഷൻ ഓഫ് മാസ് വിത്ത് വെലോസിറ്റി. ഓക്കെ, മാസ് എനർജി റിലേഷൻ രണ്ടാമത് പറയാം. ആദ്യം നമുക്ക് വേരിയേഷൻ ഓഫ് മാസ് വിത്ത് വെലോസിറ്റി. വേരിയേഷൻ ഓഫ് മാസ് വിത്ത് വെലോസിറ്റി. അതായത് വെലോസിറ്റി വേരി ചെയ്യുന്നതനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, മാസ് മാറുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫിസിക്സിൽ നിങ്ങൾ ഇതുവരെ പഠിച്ച ഒരു കൺസെപ്റ്റിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടാണ് നിങ്ങൾ ഇപ്പോൾ പഠിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ ഇതുവരെയും പഠിച്ചിട്ടുള്ളതെന്ന് വെച്ചാൽ മാസ് ഒരിക്കലും മാറുന്നില്ല. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ചാപ്റ്ററിലും പഠിച്ചെന്ന് തോന്നുന്നു. ക്ലാസിക്കൽ മെക്കാനിക്സിന് ഫസ്റ്റ് സ്റ്റെപ്പിൽ കൺസർവേഷൻ ലോസിനകത്ത് അല്ലെങ്കിൽ S1 തോന്നുന്നു, കറക്റ്റ് എനിക്ക് ഓർക്കുന്നില്ല. നമ്മൾ പഠിക്കുന്നുണ്ട് എന്താണ്, മാസ് ക്യാൻ ബി നൈദർ ബി ക്രിയേറ്റഡ് നോട്ട് ബി ഡിസ്ട്രോയ്. അല്ലെങ്കിൽ മാസ് എന്തായിരിക്കും, ഏതൊരു റിയാക്ഷൻ നടന്നാലും അവിടെ നമുക്ക് കൊളിഷൻ നടന്നാലും അവിടെ എന്തായാലും മാസ് കൺസേർവ്ഡ് ആയിരിക്കും എന്ന് നമ്മൾ അവിടെ പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്ത് ചെയ്യുന്നു, സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ഒരു വ്യത്യാസമുണ്ട്. അവിടെ എന്ത് ചെയ്യാണ്, മാസ് വേരി ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ വെലോസിറ്റിക്ക് അനുസരിച്ച് മാസിന് എന്തുണ്ട്, വേരിയേഷൻ വരുന്നുണ്ട്. അപ്പോൾ അതാണ് വേരിയേഷൻ ഓഫ് മാസ് വിത്ത് വെലോസിറ്റീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ ഏറ്റവും വലിയ ആപ്ലിക്കേഷൻ വരുന്ന ന്യൂക്ലിയർ ഫിസിക്സിനകത്താണ്. ന്യൂക്ലിയർ ഫിസിക്സിൽ ഞാൻ ലാസ്റ്റ് ആ ഒരു E=mc² എന്ന ഇക്വേഷൻ പറയുന്ന സമയത്ത് അത് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പോൾ അവിടെ നമുക്ക് ഈ പാർട്ടിക്കിൾസിൽ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ന്യൂക്ലിയർ ഫിഷൻ ഒരു ഫ്യൂഷൻ നടക്കാറുണ്ട്. അപ്പോൾ അവിടെ ശരിക്കും കിട്ടുന്ന പ്രൊഡക്റ്റ് നമ്മളിപ്പോൾ എക്സ്പെരിമെന്റ് വയ്ക്കുന്നതിൽ ഒരു 10 കിലോഗ്രാം മാസ് ഒരു ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഡക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു 5 കിലോഗ്രാമേ കാണത്തുള്ളൂ. ബാക്കി മാസ് നമ്മൾ ഇക്വേഷൻ വഴി നോക്കുന്ന സമയത്ത് പോലും നമുക്ക് അവിടെ ഡിസപ്പിയർ ചെയ്തിട്ട് കാണാൻ പറ്റും. ശരിക്കും അത് ഡിസപ്പിയർ ചെയ്യുന്നതല്ല, അവിടെ മാസ് നേരെ ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണ് ആ ഒരു മാസ്, അതായത് വെലോസിറ്റി കൂടുന്ന സമയത്ത് മാസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, വേരിയേഷൻ ഓഫ് മാസ് വിത്ത് വെലോസിറ്റി. ഓക്കെ, ഇവിടെ മാസ് വിത്ത് മാസ് എന്ന് എഴുതിയേ, മാസ് വിത്ത് വെലോസിറ്റി ആണ് കേട്ടോ. വെലോസിറ്റി. ഓക്കെ. വേരിയേഷൻ ഓഫ് മാസ് വിത്ത് വെലോസിറ്റി. അപ്പോൾ അതിനായിട്ട് നമ്മൾ 2 ഫ്രെയിംസ് എടുക്കുന്നു. എസ് ഫ്രെയിമും ആൻഡ് എസ് ഡാഷ് ഫ്രെയിമും. ഓക്കെ, എസ് ഫ്രെയിമും എസ് ഡാഷ് ഫ്രെയിം 2 ഫ്രെയിംസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. അപ്പോൾ ഈ ഫ്രെയിംസിൽ ഒരു ഇവന്റ് ഒക്കർ ചെയ്യുവാണ്. ഇവന്റ് എന്ന് വെച്ചാൽ അവിടെ ഒരു കൊളിഷൻ ഒക്കർ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ കൊളിഷൻ എയും ബിയും തമ്മിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ കൊളൈഡ് ചെയ്യുന്നത്. ഇതിപ്പോൾ എ എന്ന് പറയുന്ന ഒരു ബോളും ഇവിടെ ബി എന്ന് പറയുന്ന മറ്റൊരു ബോളും. അപ്പോൾ ഈ 2 ബോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു കൊളിഷൻ ഒക്കർ ചെയ്യുവാണ്. അപ്പോൾ ഈ കൊളിഷൻ ഒക്കർ ചെയ്യുമ്പോൾ ഇവർ തമ്മിലുള്ള ഇനിഷ്യൽ ഡിസ്റ്റൻസ്, ഇപ്പോൾ കൊളിഷൻ നടക്കുന്നതിന് മുമ്പ് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്ന അവിടെ ഈ ഒരു y എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ ഇരിക്കുന്നത്. ഓക്കെ, y എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസിലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കൊളിഷന് മുന്നേ ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എയും ബിയും പരസ്പരം വരുന്നുണ്ട്. വരുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്യും, കൊളൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് എ എന്തിലാണ്, എ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ ശരിക്കും റെസ്റ്റിലിരിക്കുന്ന എസ് എന്ന് പറയുന്ന ഫ്രെയിമിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ഫിഗർ കാണിച്ചിരിക്കുന്ന രണ്ടും എസ് ഡാഷിലായിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ എ എന്ന് പറയുന്നത് നിങ്ങൾക്ക് 2 കൺസെപ്റ്റ് എടുക്കാം. അത് ഏതെടുത്താലും നമ്മൾ ഡെറിവേഷൻ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതാണ് ഈ ഫിഗറിൽ ഇപ്പോൾ ഇവിടെ തന്നെ വെച്ചേക്കുന്നത്. ഇതില് എ എന്ന് പറയുന്നത് എസ് ഫ്രെയിമിൽ വെച്ച് നോക്കുമ്പോൾ എന്തായാലും റെസ്റ്റിംഗ് പൊസിഷനിലാണ്. ബി എന്ന് പറയുന്നതും നമ്മൾ ആദ്യം ഇനിഷ്യലി ഇന്ന് റെസ്റ്റ് ആണല്ലോ, കൊളിഷന് മുമ്പേ എല്ലാം റെസ്റ്റിലാണ്. പിന്നെ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ഇവര് പരസ്പരം വന്ന് കൂട്ടിമുട്ടുന്നുണ്ട്. ഓക്കെ, ഇവര് പരസ്പരം വന്ന് ഇങ്ങനെ കൊളൈഡ് ചെയ്യുന്നുണ്ട്. എ എന്ന് പറയുന്ന ബോളും ബി എന്ന് പറയുന്ന ഒരു ബോളും എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പോൾ കൂട്ടിമുട്ടിയിട്ട് ഇവർ എന്ത് ചെയ്യാണ്, ഇവർ രണ്ടായിട്ട് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, പരസ്പരം ഒന്ന് ഇരിക്കുന്നു, പരസ്പരം എന്ത് ചെയ്യുന്നു, വേർപിരിഞ്ഞ് പോകുന്നു. 2 സൈഡിലോട്ട് സ്പ്ലിറ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇത് പോകുമ്പോൾ ശരിക്കും ഈ ഒരു പോയിന്റ് വന്നാ ഇവർ മീറ്റ് ചെയ്തത്. ഓക്കെ, ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് വന്നാ എയും ബിയും മീറ്റ് ചെയ്ത് കൊളൈഡ് ചെയ്ത്. അപ്പോൾ പിന്നീട് ഇവർ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അവിടെ എത്ര മാത്രമേ ഉള്ളൂ, y/2 മാത്രമേ ഉള്ളൂ. ഓക്കെ, ടോട്ടൽ ഡിസ്റ്റൻസ് y ആയിരുന്നു. y ഡിസ്റ്റൻസ് ഇരുന്ന് അവർ ഒരു പരസ്പരം കൂട്ടിമുട്ടുന്നു. അതിനുശേഷം രണ്ടും 2 സൈഡിലോട്ട് തെറിച്ച് പോകുന്നുണ്ട്. ഒന്ന് പോസിറ്റീവ് സൈഡിലോട്ടും മറ്റൊന്ന് നെഗറ്റീവ് സൈഡിലോട്ടും. ബി എന്ന് പറയുന്നത് പോസിറ്റീവ് സൈഡിലോട്ട് പോകുന്നുണ്ട്. എ എന്ന് പറയുന്നത് നെഗറ്റീവ് സൈഡിലോട്ട്. ഈ ഒരു ഡയറക്ഷനിലോട്ടല്ലേ പോകത്തുള്ളൂ, റീബൗണ്ട് ചെയ്ത് പോകുന്നത്. ഓക്കെ, ഇത് പോസിറ്റീവും ഇത് നെഗറ്റീവ് സൈഡുമാണ്. അപ്പോൾ പോകുമ്പോൾ ഉള്ള ആ ഒരു ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഇനിഷ്യലി നമുക്ക് ആ ഒരു കൊളിഷന് മുന്നേ ഇരുന്നത് പോലെയല്ല, കൊളിഷൻ കഴിഞ്ഞ സമയത്ത് പിന്നെ ഇവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഈ പോയിന്റ് മീറ്റ് ചെയ്യുന്നു, രണ്ടും പരസ്പരം 2 സൈഡിലോട്ട് പോകുന്നു. അപ്പോൾ പിന്നീട് ഇവിടുന്നാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, y/2 ആയിട്ട് നമുക്ക് അവിടെ എടുക്കാൻ പറ്റും. അപ്പോൾ y/2 എന്ന് പറയുന്നത് നമുക്ക് 2 ഫ്രെയിമിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ഈവന്റ് നമ്മൾ അവിടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, 2 ഫ്രെയിംസ് ചെയ്യണം. എന്നാലും നമുക്ക് ആ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. കാരണം കോൺസ്റ്റന്റ് ഫ്രെയിം മാത്രം വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് റിലേറ്റിവിറ്റി അപ്ലൈ ചെയ്യാൻ പറ്റില്ല. സെക്കൻഡ് ഫ്രെയിം കൂടി നമ്മൾ എന്ത് ചെയ്യണം, അവിടെ നമ്മൾ കൺസിഡറേഷനിൽ എടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്കവിടെ കിട്ടുന്നത് ഇവിടെ ഈ ഒരു ഡിസ്റ്റൻസ്. ഓക്കെ, ഞാൻ y ഈസ് ഈക്വൽ ടു
y/2 എന്ന് എഴുതുവാണ്. ഓക്കെ, ഡിസ്റ്റൻസ് എന്തായി മാറി? y എന്നുള്ളത് y/2 ആയിട്ട് മാറി ഇതിന്റെ ഡിസ്റ്റൻസ്. ഇനി അത് എസ് ഡാഷ് ഫ്രെയിമിൽ നിന്ന് കൺസിഡർ ചെയ്യുന്ന സമയത്ത് y'=y'/2 എന്നായിട്ട് മാറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ രണ്ട് ഫ്രെയിംസിന്റെ കേസാണ്. എസ് ഫ്രെയിമിലുള്ളതിനെ y എന്ന് എഴുതിയിട്ടുണ്ട്. എസ് ഡാഷ് ഫ്രെയിമിലുള്ള ഞാൻ എന്ത് ചെയ്തു? അതിനെ അവിടെ y' എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇത് രണ്ടുമാണ് ഇവരുടെ ആ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു വേരിയേഷൻ അല്ലെങ്കിൽ എന്ത് ചെയ്യാം, വന്നിട്ട് തിരിച്ച് സഞ്ചരിച്ച ആ ഒരു ദൂരം. നോർമലി ഡിസ്റ്റൻസിന്റെ ആ ഒരു പാരാമീറ്റർ തന്നെയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഡയമെൻഷൻ നോക്കുമ്പോൾ ഡിസ്റ്റൻസ് ഡയമെൻഷൻ തന്നെയാണ് നമ്മൾ ഡെറിവേഷനിൽ ഡിസ്റ്റൻസ് ആയിട്ടാണ് ഇതിനെ എടുക്കുന്നത്. ഓക്കെ, വന്ന് മീറ്റ് ചെയ്യുന്നു, പിന്നെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്, മീറ്റ് ചെയ്തതിന് ശേഷമുള്ള സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു പോയിന്റ് ആണ്. ഓക്കെ, ഇവിടെയാണ് അതിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. സ്റ്റാർട്ടിംഗ്. ഓക്കെ, അവിടെ നിന്നാണ് എന്ത് ചെയ്തത്? y/2 ആയിട്ട് പിന്നീട് ഇതാണ് അതിന്റെ ആ ഒരു സഞ്ചരിച്ച ദൂരം എന്ന് പറയുന്നത്. ആൻഡ് ഇവിടുത്തെ വെലോസിറ്റിയെ ഞാൻ VA എന്നും ആൻഡ് VB എന്നും എടുക്കുവാണ്. ഓക്കെ, VB വെലോസിറ്റി വിൽ ബി VA ആൻഡ് VB. ഇത് കൊളിഷന് ശേഷമുള്ള വെലോസിറ്റിയാണ്. കൊളിഷന് മുന്നേ ഉള്ള വെലോസിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഇപ്പോൾ കൊളിഷന് ശേഷമുള്ള വെലോസിറ്റിയാണ് VA എന്നും VB എന്നും അവിടെ കൊടുത്തേക്കുന്നത്. കൊളിഷന് ശേഷം A സഞ്ചരിച്ച വെലോസിറ്റി VA എന്നും ആൻഡ് B സഞ്ചരിച്ച വെലോസിറ്റി ഞാൻ അവിടെ VB എന്നുമാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഞാൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? ഇവിടുത്തെ ടൈം നമുക്ക് മെഷർ ചെയ്യണം. ഓക്കെ, ടൈം വി ഹാവ് ടു മെഷർ ദ ടൈം. അതായത് എയുടെ ടൈം ഞാൻ എസ് ഫ്രെയിമിൽ നിന്ന് മെഷർ ചെയ്യുന്നു. ഓക്കെ, എ സഞ്ചരിച്ച ദൂരം അല്ലെങ്കിൽ എ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എസ് ഫ്രെയിമിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ അതിനെ T0 എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ആ ഒരു ടൈമിനെ ഞാൻ അവിടെ T0 എന്ന് വിളിക്കുന്നു. T0 വിച്ച് വിൽ ബി ഈക്വൽ ടു y/AB, സോറി, VA. ഓക്കെ, ഒന്നാമത്തെ കേസിൽ ദാറ്റ് ഈസ് ദ ടൈം മെഷർ ഫ്രം എസ് ഫ്രെയിം. എസ് ഫ്രെയിമിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ ഉള്ള ടൈമാണ് ഈ എഴുതിയിരിക്കുന്നത് കേട്ടോ. എസ് ഫ്രെയിമിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ T0 വിച്ച് ഇസ് ഈക്വൽ ടു y/VA. ഓക്കെ, y/V_A. ഇനി ഇതേപോലെ തന്നെ ബി എന്ത് ചെയ്യുന്നുണ്ട്? ബിയും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എ മൂവ് ചെയ്തെങ്കിൽ ബാക്ക്വേർഡ്സ് ആണ്. ഓക്കെ, ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് മൂവ് ചെയ്തത്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്? എസ് ഫ്രെയിമിൽ നിന്ന് ഞാൻ ഒബ്സർവ് ചെയ്തത്, അല്ലെങ്കിൽ എസ് ഫ്രെയിമിൽ നിന്നുള്ള വാല്യൂ ഞാൻ ഇവിടെ നിൽക്കുന്ന ഇത് ഫ്രെയിമിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും? ഇവിടെ നിന്നാണ് ഞാൻ എന്ത് ചെയ്തത്? എ ഒബ്സർവ്, കാരണം എ ബാക്കിലോട്ട് ഇങ്ങനെ മൂവ്സ് വരുന്നു. അപ്പോൾ അതെനിക്ക് ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുന്നത് കുറച്ചുകൂടി ഈസി തോന്നുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്തു. പക്ഷേ ബി പോകുന്ന ഫോർവേഡ് ആണ് വിത്ത് ദ വെലോസിറ്റി ഓഫ് ഫ്രെയിം. ഫ്രെയിം മൂവ് ചെയ്ത് ഒരു വെലോസിറ്റി മൂവ് ചെയ്യുന്നു, അതിന്റെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നു? ബിയും കൂടി ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ബിയെ എവിടെ നിന്ന് മെഷർ ചെയ്യാം? ബിയെ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് മെഷർ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇനി അത് ഞാൻ മെഷർ ചെയ്യുന്ന എസ് ഡാഷ് ഫ്രെയിമിൽ നിന്നാണ്. ഓക്കെ, എസ് ഡാഷ് ഫ്രെയിമിൽ നിന്ന്. നിങ്ങൾ നോട്ട്സ് കൂടി ഒന്ന് നോക്കിക്കൊള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എഴുതുന്നത് ക്ലിയർ ഇല്ല, നോട്ട്സ് കൂടി ഒന്ന് നോക്കുക. നോട്ട്സിലുള്ളത് തന്നെയാണ് എഴുതുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ ടൈം T0 തന്നെയാണ്. രണ്ടും ഒരേ സമയത്ത് തന്നെ എന്ത് ചെയ്തു? ഇവിടെ ഹാപ്പൻ ചെയ്തത് T0 തന്നെയാണ്. വിച്ച് വിൽ ബി ഈക്വൽ ടു y/VB'. ഇതെങ്ങനെ ഈ y/B വന്നത് മനസ്സിലായല്ലോ. അതായത് വെലോസിറ്റി ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എന്ത് ചെയ്തു? ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി. ഓക്കെ, ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി അതാണ് റിലേഷൻ. y എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ആൻഡ് VB' എന്ന് വെച്ചാൽ എന്തായിരിക്കും? അത് അവിടുത്തെ വെലോസിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ ലീനിയർ മൊമെന്റം അല്ലെങ്കിൽ ഒരു കൊളിഷൻ പ്രോസസ്സിൽ എപ്പോഴും ലീനിയർ മൊമെന്റം എന്തായിരിക്കും? ഒരു കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ, ലീനിയർ മൊമെന്റം കൺസേർവ്ഡ്. മൊമെന്റം മീൻസ് മാസ് ഇൻറ്റു വെലോസിറ്റി. ഓക്കെ, മാസ് ഇൻറ്റു MV ആണ് നമ്മൾ മൊമെന്റം എന്ന് പറയുന്നത്. മൊമെന്റം മാസ് ഇൻറ്റു വെലോസിറ്റി. അത് എല്ലാ റിയാക്ഷൻസിലും അല്ലെങ്കിൽ എല്ലാ കൊളിഷൻസിലും എന്താണ്? അതവിടെ ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും MV എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഈ ഒരു എയുടെ മൊമെന്റം, എയുടെ മാസ് MA ഇൻറ്റു VA. ഓക്കെ, എയുടെ മൊമെന്റം, എയുടെ മാസ് ഇൻറ്റു എയുടെ വെലോസിറ്റി കറസ്പോണ്ടിങ് ആയിട്ട്, അതുപോലെ തന്നെ ബിയുടെ മാസ് ഇൻറ്റു ബിയുടെ വെലോസിറ്റി. അപ്പോൾ ഈ രണ്ട് മൊമെന്റും ആയിരിക്കും, രണ്ടും എന്തായിരിക്കണം? ഈക്വൽ ആയിരിക്കണം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഇവിടെ ഇക്വേഷൻ ആയിട്ട് എഴുതാൻ പോവാണ്. അപ്പോൾ മൊമെന്റം ക്ലിയർ ആണെന്ന് പറഞ്ഞു, മൊമെന്റം സെയിം ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ മൊമെന്റം നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ ഇക്വേറ്റ് ചെയ്താൽ ദാറ്റ് ഇസ് MA VA is equal to MB VB. ഓക്കെ, MB VB. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് എടുക്കുക. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ. ഇത് മാസസ് ആണെന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഓക്കെ, മാസ് ആണ്. എസ് ഫ്രെയിമിൽ നോക്കുമ്പോൾ അല്ലെങ്കിൽ വെലോസിറ്റി സഞ്ചരിക്കാത്ത ഫ്രെയിമിൽ നോക്കുമ്പോൾ സമയത്തുള്ള ഇതിന്റെ മാസസ് ആണ് എന്ത് പറയുന്നത്? എസ് ഫ്രെയിമിൽ നോക്കുമ്പോൾ ഉള്ള മാസസ് ആണ് ഇവിടെ MA എന്നും MB എന്നൊക്കെ നമ്മളവിടെ പറഞ്ഞത്. ഓക്കെ, MA എന്നും MB എന്നും. ഇനി ഇതിൽ നമുക്ക് ഇവിടെ നമ്മൾ നേരത്തെ ആ ഒരു ഫ്രെയിംസിന്റെ കേസ് പറഞ്ഞപ്പോൾ നമ്മളവിടെ വെലോസിറ്റി അല്ലെങ്കിൽ ബിയുടെ വെലോസിറ്റി എവിടെ വെച്ചാണ് പറഞ്ഞത്? അല്ലെങ്കിൽ ബിയുടെ ടൈം. ഓക്കെ, ബിയുടെ ടൈം നമ്മളവിടെ നേരത്തെ മെൻഷൻ ചെയ്തിരുന്നത് എസ് ഡാഷ് ഫ്രെയിമിന്റെ കേസിലാണ്. ഓക്കെ, എസ് ഡാഷ് ഫ്രെയിമിന്റെ കേസിലായിരുന്നു. വിച്ച് ഇസ് ഈക്വൽ ടു, അത് നമുക്ക് കിട്ടിയതെന്ന് വെച്ചാൽ എങ്ങനെയായിരുന്നു? ദാറ്റ് ഈസ് T0
ഇസ് ഈക്വൽ ടു വൈ ബൈ വി ബി ഡാഷ് എന്ന് നമ്മളവിടെ എഴുതിയിരുന്നത്. ഓക്കെ, ഇങ്ങനെ എഴുതി ഞാൻ നേരത്തെ ഈ ഒരു സൈഡിൽ ആ ഇക്വേഷൻ എഴുതിയിരുന്നത്. ഇനി ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം, എസ് ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോഴും നമുക്ക് അവിടെ ഈ ഒരു വിയുടെ ടൈം അല്ലെങ്കിൽ വെലോസിറ്റി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, വിയുടെ ടൈം നമുക്ക് അവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് വി ബി, വെലോസിറ്റി ഓഫ് ദ ബോൾ ബി, അല്ലെങ്കിൽ ബി എന്ന് പറയുന്ന ബോളിന്റെ വെലോസിറ്റി വി ബി ആണ് ഇൻ ദ എസ് ഫ്രെയിം. ഓക്കെ, എസ് ഫ്രെയിമിൽ നോക്കുന്ന സമയത്തുള്ള വി ബിയുടെ വെലോസിറ്റി, ഇത് എസ് ഡാഷ് ഫ്രെയിമിന്റെ കേസാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വി ബി ഡാഷ് എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വി ബി വിച്ച് ഇസ് ഈക്വൽ ടു വൈ ബൈ ടി എന്ന് കിട്ടും. ഓക്കെ, വൈ ബൈ ടി. ഇത് വെച്ചിട്ട് നമുക്കിനി എന്ത് ചെയ്യാൻ പറ്റും, ഇതെന്ന് പറഞ്ഞാൽ എസ് ഫ്രെയിമിൽ നിന്നുള്ള നമ്മുടെ ഇതിന്റെ ഒരു വെലോസിറ്റി ആണ്. വി ബി ഇസ് ഈക്വൽ ടു വൈ ബൈ ടി എന്ന് നമുക്ക് ഇവിടെ കിട്ടി. ഇനി ഇതിനകത്ത് നമ്മൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ കൊടുക്കുന്നു. ഓക്കെ, ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ കൊടുക്കുന്നു. നമുക്ക് അവിടെ ടി സീറോയുടെ വാല്യൂ നമുക്ക് അവിടെ വേണം. ഓക്കെ, ടി സീറോ വാല്യൂ നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്നു. ടി സീറോ എന്നത് എന്താണ്, ടി സീറോ അത് ടി സീറോ ഇസ് ഈക്വൽ ടു നമുക്ക് ഇതിലോട്ട് കൊടുക്കാം. ഓക്കെ, ടി സീറോ എടുക്കണ്ട, നമുക്ക് ഈ വി ബിയുടെ ഇക്വേഷനിലോട്ട് കൊടുക്കാം. നമുക്ക് ശരിക്കും മാസിന്റെയും വെലോസിറ്റിയുടെ വേരിയേഷൻ നമുക്ക് എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, വി ബിയുടെ ഇക്വേഷനിലോട്ട് നമുക്ക് ടിയുടെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ നോക്കുമ്പോൾ ടി ഈസ് ഈക്വൽ ടു ടി സീറോ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ്. ഓക്കെ, ടി സീറോ ഡിവൈഡ് ബൈ 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ് ടിയുടെ വാല്യൂ. ഇവിടെ ടി ഉണ്ട്, അപ്പോൾ ടിയുടെ വാല്യൂ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ വി ബിയുടെ കൂടെ നമുക്ക് ഇനി എന്ത് ചെയ്യണം, ഈ ഒരു വൈ ബൈ ടി ആ കിടക്കുന്നത്. ഈ ഒരു ഇക്വേഷൻ നോക്കുക കേട്ടോ. ഇപ്പൊ ഞാൻ എഴുതിയിരിക്കുന്ന ഈ ഒരു ഇക്വേഷൻ നോക്കുക. ഈ ഒരു ഇക്വേഷനിൽ ഇത് വൈ ബൈ ടി ആണ്. അപ്പൊ ഞാൻ ഇവിടെ ടിയുടെ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ടിയുടെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദാറ്റ് ഇസ് വി ബി വിച്ച് ഇസ് ഈക്വൽ ടു വി ആർ ഗെറ്റിംഗ് വൈ ബൈ ടി സീറോ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. ഓക്കെ, 1 മൈനസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ എന്ന് കിട്ടാം. ഇവിടെ നിന്ന് വി ബിയുടെ വാല്യൂ കിട്ടുന്ന വി ബി വിച്ച് ഇസ് ഈക്വൽ ടു, ഇത് 1 ബൈ ആണ്, റെസിപ്രോക്കൽ എടുക്കണം. അപ്പോൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ എന്താ, ഇതങ്ങ് മുകളിലോട്ട് പോകും, ഇതങ്ങ് മുകളിലോട്ട് എത്തും. ഇതിന് ശേഷം ദാറ്റ് ഇസ് വി ആർ ഗെറ്റിംഗ് വി ബി ഇസ് ഈക്വൽ ടു വൈ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ. ഓക്കെ, വി സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ ഡിവൈഡ് ബൈ ടി സീറോ എന്നായിരിക്കും വരുന്നത്. ഓക്കെ, ഡിവൈഡ് ബൈ ടി സീറോ. ഇത് വി ബിയുടെ വാല്യൂ ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ ആ ഒരു വൈ ബൈ ടു ഒക്കെ പറഞ്ഞത് അതിന്റെ ആ ഒരു പൊസിഷനൊക്കെ ഡിറ്റർമിൻ ചെയ്യാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി കേട്ടോ പറഞ്ഞത്. നമ്മൾ ഇവിടെ ഇതിനകത്തോട്ട് യൂസ് ചെയ്യുന്നില്ല ഇപ്പോൾ. ഓക്കെ, അപ്പോൾ അത് നമ്മളവിടെ ആ ഒരു ഡിസ്കഷൻ പറഞ്ഞത് നേരത്തെ വൈ ബൈ ടു ഇട്ടോ വൈ ഡാഷ് ബൈ ടു ഇട്ടോ എന്നൊക്കെ പറഞ്ഞത് നമുക്ക് ആ ഒരു പൊസിഷൻ അല്ലെങ്കിൽ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നു എന്ന് അറിയാൻ വേണ്ടിയാണ് എന്ത് ചെയ്തത് അവിടെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ അത് പിന്നീട് ഇങ്ങോട്ട് എടുത്ത് എഴുതല്ലേ, ആ വൈയുടെ വാല്യൂ വൈ ബൈ ടു ആയി മാറുന്നതെന്നോ അങ്ങനെ എഴുതല്ലേ, ഹാഫ് ആയിട്ട് എഴുതണ്ട അത്. അപ്പോൾ നമ്മൾ ഇനി ചെയ്തു പോകുന്നത്, നമ്മൾ നേരെ എന്ത് ചെയ്തു, അവിടെ മൊമെന്റം കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആണെന്ന് നമ്മൾ പറഞ്ഞു. അത് ഏത് റിയാക്ഷൻ ആയാലും, അല്ലെങ്കിൽ സ്പെഷ്യൽ തിയറി ആയാലും ഏതായാലും നമുക്ക് അവിടെ മൊമെന്റം എന്തായിരിക്കും, അവിടെ കൺസേർവ്ഡ് ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ അത് മൊമെന്റം കൺസേർവ്ഡ് ക്വാണ്ടിറ്റി എന്ന് മെൻഷൻ ചെയ്തത് നമ്മൾ ഈ ഒരു എസ് ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ്. ഓക്കെ, എസ് ഫ്രെയിമിൽ നിന്നുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, മൊമെന്റം കൺസേർവ്ഡ് ആണെന്ന് പറഞ്ഞത്. പക്ഷേ നമ്മൾ നേരത്തെ എടുത്തപ്പോൾ ഈ ഒരു ബിയുടെ കേസ് നമ്മൾ വി ബി ഡാഷിന്റെ ടേംസിൽ മാത്രമേ എടുത്തിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെങ്കിൽ ഇത് വി ബി ആണ് കൊടുക്കാൻ പറ്റുള്ളൂ. കണ്ടോ, വി ബി, ഇത് വി ബി ഡാഷ് ആയിരുന്നു. പക്ഷെ നമുക്ക് ഇവിടെ വേണ്ടത് എന്താണ്, വി ബി ആണ്. അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത്, വി ബി is equal to വൈ ബൈ ടി എന്ന് പറഞ്ഞെടുത്തത്. അവിടെ ടിയുടെ വാല്യൂ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ വഴി കൊടുത്തു, ടൈം ഡയലേഷൻ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദാറ്റ് ഇസ് ടി is equal to ടി സീറോ ഡിവൈഡ് ബൈ 1 മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ ആണ്. വി ബിയുടെ വാല്യൂ എന്ത് കിട്ടും, വി ബി is equal to വൈ ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ ഡിവൈഡ് ബൈ ടി സീറോ എന്നാണ് കിട്ടിയത്. ഇനി നേരെ നമ്മൾ ചെയ്യേണ്ടത് ഈ ഒന്നാമത്തെ ഇക്വേഷനിലോട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഇത് നമ്മൾ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ വി എയുടെ വാല്യൂ വി ബിയുടെ വാല്യൂ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ഇതിൽ വി എക്ക് വലിയൊരു വേരിയേഷൻ വരുന്നില്ല. വി എയുടെ വാല്യൂ എന്ന് പറയുന്നത് വൈ ബൈ ടി സീറോ ആണ്. ഓക്കെ, വൈ ബൈ ടി സീറോ ആണ് നമ്മുടെ വി എയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, വി എ is equal to വൈ ബൈ ടി സീറോ. വി ബിക്ക് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, ഈ ഒരു ഇത്രയും ഒരു ഡിഫറൻസ് അവിടെ വരുന്നുള്ളൂ. അതിന്റെ റീസൺ ഒന്നുകൂടി പറഞ്ഞുതരാം. കാരണം എ ബാക്ക്വേർഡ്സ് ആണ് മൂവ് ചെയ്ത് വെക്കൊണ്ടിരിക്കുന്നത്. അതായത് എസ് ഫ്രെയിമിൽ നമുക്ക് നോക്കുന്നതാണ് എളുപ്പം. ഓക്കെ, അതുകൊണ്ട് അവിടെ എന്ത് ചെയ്തില്ല, വേറെ വേരിയേഷൻ വരില്ല. നമ്മൾ ടി സീറോ എന്ന് നമ്മളവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇവിടെ എന്താണ്, ഇവിടെ വി വി എന്ന് പറയുന്നത് വി ബി വെലോസിറ്റി എന്ന് വെച്ചാൽ ഈ ഒരു എസ് ഡാഷ് ഫ്രെയിമിന്റെ കേസ് ആണ്. ഓക്കെ, പക്ഷേ ഇവിടെ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു
ഡൈലേഷൻ. ഓക്കെ. നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച കാര്യമാണ്. ഓക്കെ. നമ്മൾ ആ ഒരു വെലോസിറ്റി സഞ്ചരിക്കുന്ന ആ ഒരു ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോൾ നമുക്കവിടെ ടൈം ഡയലേറ്റ് ആയി തോന്നും. ലെങ്ത് കോൺട്രാക്റ്റ് ആയി ചെയ്ത് തോന്നും. ഓക്കെ. അതുകൊണ്ട് എന്ത് ചെയ്യണം? ആ ഒരു ടിയില് നമ്മൾ ലോറൻസ് ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷൻ കൂടി എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ. അപ്പൊ അതാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെ ഇപ്പോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. y/t0 എന്ന് കൊടുത്തു. സോറി, y/t എന്ന് കൊടുത്തു. t is equal to t0 by 1 minus root of 1 minus v square by c square. അപ്പൊ ഈ ഒരു ഇക്വേഷൻ ഒന്ന് നോക്കി വെച്ചേക്കാം. അപ്പൊ ഈ ഇക്വേഷനാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ഇവിടെ ഒന്നെടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതൊന്ന് അവിടോട്ട് കൊടുക്കാം. അപ്പൊ ഒന്നാമത്തെ ഇക്വേഷൻ നമ്മളിവിടെ എഴുതുന്നു. ദാറ്റ് ഇസ് ma into va is equal to mb into vb. ഓക്കെ. ഇതാണ് ഒന്നാമത്തെ ഇക്വേഷൻ ആയിരുന്നത്. ഇതിലോട്ടാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. അപ്പോൾ മാസ് അതുപോലെ തന്നെ എഴുതുക. എം എ എന്ന് കൊടുത്തു. ദാറ്റ് ഇസ് y/t0. വി ബിക്ക് പകരം സോറി വി എക്ക് പകരം ഞാൻ ഇവിടെ y/t0 കൊടുത്തു. വിച്ച് ഇസ് ഈക്വൽ ടു എം ബി ഉണ്ട്. എം ബി അതുപോലെ എഴുതുക. കൂടെ നേരത്തെ വന്ന ടേംസ് എന്താണ്? y ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. ഓക്കെ. വി സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ t0. ഓക്കെ. ഹോൾ ഡിവൈഡഡ് ബൈ t0. ഇതായിരുന്നു നമ്മൾ അവിടുത്തെ ഇക്വേഷൻ. അപ്പോൾ നമുക്ക് ക്യാൻസലേഷൻ ചെയ്യാവുന്ന ടേംസ് ഒക്കെ ഒന്ന് ക്യാൻസൽ ചെയ്യാം. ഇവിടെ നമുക്ക് y ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഈ ഒരു y ക്യാൻസൽ ചെയ്യാൻ പറ്റും. t0 നമ്മൾ എന്ത് ചെയ്തു? ക്യാൻസലേഷൻ ചെയ്തു. ദാറ്റ് ഇസ് അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് മാസ് എം എ ഇസ് ഈക്വൽ ടു എം ബി ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ. ഓക്കെ. എം എ ഇസ് ഈക്വൽ ടു എം ബി ഇൻറ്റു റൂട്ട് ഓഫ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അപ്പോൾ ഇതിൽ നമ്മൾ ശരിക്കും ഈ ഒരു റെസ്റ്റിംഗ് പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത്, ഓക്കെ, റെസ്റ്റിംഗ് പൊസിഷനിൽ ഇരിക്കുന്ന സമയത്ത് ഈ എയുടെയും ബിയുടെയും മാസ് ഏകദേശം ഐഡന്റിക്കൽ ആണ്. ഓക്കെ. നമ്മളിപ്പോൾ എക്സ്പെരിമെന്റ് ചെയ്യാൻ എടുത്ത 2 ബോൾസ് ഉണ്ട്. അപ്പോൾ ആ 2 ബോൾസിന്റെ മാസ് ശരിക്കും എന്താണ്? ഐഡന്റിക്കൽ ബോൾസ് ആണ്. അതായത് എം എ ഇസ് ഈക്വൽ ടു എം ബി, മാസ് ഓഫ് എ ബോൾ. ഒന്നാമത്തെ ബോളിന്റെയും രണ്ടാമത്തെ ബോളിന്റെയും മാസ് ശരിക്കും ഈക്വൽ ആണ്. പക്ഷെ നമ്മൾ ഈ വെലോസിറ്റിയുടെ ഒരു കേസ് അവിടെ അപ്ലൈ ചെയ്ത് വന്നപ്പോൾ നമുക്ക് എന്ത് കിട്ടി? എം എ ഇസ് ഈക്വൽ ടു എം ബി ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ. അതായത് ബിയുടെ കൂടെ എം ബിയുടെ കൂടെ നമ്മൾ എന്തോ ഒരു ടേം കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നതായിട്ട് വന്നു. ഓക്കെ. അപ്പോൾ അവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? മാസിൽ ഒരു വേരിയേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതിൽ ഇനി നമ്മൾ ഈ ഒരു എം എയെ ഞാൻ ഒരു റെസ്റ്റ് മാസ് എടുക്കുന്നു. റെസ്റ്റ് മാസ് ഒരു കൺസിഡർ ചെയ്യണം. ദാറ്റ് ഈസ് എം എ ഇസ് ഈക്വൽ ടു എം സീറോ എന്ന് കൊടുക്കുക. ഓക്കെ. എം എ ഈക്വൽ ടു എം സീറോ. അതെന്ന് പറഞ്ഞാൽ റെസ്റ്റ് മാസ് ആണ്. അതായത് റെസ്റ്റ് മാസ് മീൻസ് ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിൽ ഇരിക്കുന്ന സമയത്ത് അതിന് അക്യൂർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ അതിലിരിക്കുന്ന മാസ് വെറുതെ നമുക്കിപ്പോൾ മെഷർ ചെയ്യാൻ പറ്റുന്ന മാസാണ് എം എ എന്ന് പറയുന്നത്. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു 10 കിലോ ഉള്ള എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്. ഓക്കെ. 10 കിലോഗ്രാംസ് ഉള്ള ഒരു ബ്ലോക്ക്, ഒരു വുഡൻ ബ്ലോക്ക് അല്ലെങ്കിൽ ഒരു അയൺ ബ്ലോക്ക് ഇരിക്കുന്നു. അപ്പോൾ അതിന്റെ വെയിറ്റ് എന്ന് വെച്ചാൽ എത്രയായിരിക്കും? 10 കിലോഗ്രാം ആയിരിക്കും. അതാണ് നമ്മൾ റെസ്റ്റ് മാസ് എന്ന് പറയുന്നത്. റെസ്റ്റിംഗിൽ ഇരിക്കുന്ന സമയത്തുള്ള മാസ്. എം എയുടെ ഇതിനെ ഞാൻ എം സീറോ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എം സീറോ വിച്ച് ഇസ് ഈക്വൽ ടു എം ബി എന്ന് പറയുന്നത് അത് മൂവ് ചെയ്യുന്ന ടൈമിലുള്ള മാസ് ആണ്. ഓക്കെ. അത് ഞാൻ അവിടെ എം എന്ന് കൊടുക്കുവാണ്. എം റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. ഓക്കെ. അപ്പോൾ ഇതിനെ നമ്മൾ എന്ത് പറയുന്നത്? മാസ് റിലേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ ഒന്നുകൂടി ഒന്ന് റീഅറേഞ്ച് ചെയ്യാം. ദാറ്റ് ഇസ് എം ഇസ് ഈക്വൽ ടു എം സീറോ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് വി സ്ക്വയർ ഡിവൈഡഡ് ബൈ സി സ്ക്വയർ. ഓക്കെ. ഇതാണ് മാസ് റിലേഷൻ അല്ലെങ്കിൽ മാസ് വേരിയേഷൻ ഓഫ് മാസ് വിത്ത് വെലോസിറ്റി എന്ന് പറയുന്നത്. വെലോസിറ്റി കൂടുന്നതനുസരിച്ച് ഈ വി എന്ന് വെച്ചാൽ ഫ്രെയിമിന്റെ വെലോസിറ്റി ആയിരിക്കും. വെലോസിറ്റി കൂടുന്നതനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം? മാസിൽ അവിടെ വേരിയേഷൻ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റിനെ കാട്ടിയും ഈ വെലോസിറ്റി കൂടുന്ന സമയത്ത്, ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? മാസ് അവിടെ വേരി ചെയ്യുന്നുണ്ട്. അതായത് വെലോസിറ്റി കൂടുന്ന സമയത്ത് എം എന്ന് പറയുന്നത് വിച്ച് ഇസ് ഗ്രേറ്റർ ദാൻ എം സീറോ ആയിരിക്കും. അതായത് മാസ് അവിടെ എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നുണ്ട് ബൈ എ ഫാക്ടർ ഓഫ് root of 1 minus v square by c square. That is m is equal to m0 divided by root of 1 minus v square by c square. ഇതാണ് relativistic variation of the mass അല്ലെങ്കിൽ relativistic variation of mass with the velocity എന്ന് പറയുന്നത്. അപ്പോൾ ഇത് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു സ്പീഡിൽ പോകുന്ന ഒരു ഒബ്ജക്റ്റിന്റെ മാസിൽ എത്ര വേരിയേഷൻ വരും എന്ന് നമുക്ക് ഇവിടെ അറിയാൻ പറ്റും. അതിൽ എം സീറോ എന്ന് പറയുന്നത് എന്താണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. എം സീറോ, എൽ സീറോ, ടി സീറോ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ ആക്ച്വൽ മാസ്, ആക്ച്വൽ ടൈം, ആക്ച്വൽ ലെങ്ത് ഇതാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ പ്രോബ്ലം പറഞ്ഞുതരാം. അപ്പോൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ആ ഒരു കാര്യം കറക്റ്റ് അറിയിരുന്നാലും നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതി വരാൻ പറ്റൂ, അല്ലെങ്കിൽ സോൾവ് ചെയ്ത് കൊണ്ടെത്തിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ. അപ്പോൾ എം സീറോ എന്താണ്, എൽ സീറോ എന്താണ്, ടി സീറോ എന്താണെന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പോൾ ഇതാണ് മാസിനെ കുറിച്ച് നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച ആ 3 ഇക്വേഷൻസ് നമുക്കൊന്ന് നോക്കാം.
ഓക്കെ, നമ്മൾ ടൈം ഡയലേഷൻ ലെങ്ത് കോൺട്രാക്ഷൻ പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ടൈം ഡയലേഷന് വേണ്ടി പഠിച്ചൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ മാസിന്റെ ഇക്വേഷൻ പഠിച്ചു. നമുക്ക് ആ ഒരു ഇക്വേഷൻസ് നമുക്കൊന്ന് അവിടെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലെങ്ത് കോൺട്രാക്ഷൻ L is equal to L0 റൂട്ട് ഓഫ് 1 മൈനസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ. ഓക്കെ, 1 മൈനസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ ആയിരുന്നു. ഇനി ടൈമിന്റെ എന്തായിരുന്നു? ടി ഈസ് ഈക്വൽ ടു T0 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ. ഇപ്പോൾ നമ്മൾ പഠിച്ച മാസിന്റെ റിലേഷൻ എന്താണ്? എം ഇസ് ഈക്വൽ ടു M0 ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ബി സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ. ഇക്വേഷൻ ആകെ ലെങ്തിൻ്റെ മാത്രമേ 1 വരാതെ ഉള്ളൂ. ബാക്കി രണ്ടിലും സെയിം തന്നെയാണ്. കണ്ടോ, T0 ബൈ 1 ബൈ റൂട്ട് ഓഫ് 1 മൈനസ് ബി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇത് തന്നെ സെയിം ആണ്. ഇവിടെ മാത്രമേ എന്തെങ്കിലും വേരിയേഷൻ ചെറുതായിട്ടൊന്ന് 1 വന്നിട്ടില്ല, അത്രേ ഉള്ളൂ. ഓക്കെ, ഇതിൽ L, T, M എന്നൊക്കെ പറയുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ട കാര്യമാണ്. അതായത് എത്രയിൽ പോകുന്നു. ഓക്കെ, വേരിയേഷൻ അല്ലെങ്കിൽ ഒന്ന് ഡയലേഷൻ അല്ലെങ്കിൽ കോൺട്രാക്ഷൻ, ഇതൊക്കെ ആയിരിക്കും ഇവിടെ വരുന്നത്. ഓക്കെ, രണ്ട് വേരിയേഷൻ, ലെങ്ത് കോൺട്രാക്ഷൻ, ടൈം ഡയലേഷൻ, മാസ് വേരിയേഷൻ. ഓക്കെ, ഈ L0, T0, M0 എന്ന് പറഞ്ഞാൽ അതിന്റെ ആക്ച്വൽ ആണ്. അതായത് നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ എർത്തിൽ നിന്ന് വെറുതെ ഇപ്പോൾ ഒബ്സർവ് ചെയ്യുമ്പോൾ, ഇപ്പോൾ ഒരു 10 സെന്റിമീറ്റർ ഉള്ള സ്കെയിൽ ഉണ്ടെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് അറിയാം എന്തായിരിക്കും, 10 സെന്റിമീറ്റർ ആയിരിക്കും വെറുതെ ഇരിക്കുമ്പോൾ റെസ്റ്റിംഗ് പൊസിഷൻ. ഇനി 1 സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഒരു ബോൾ നമ്മൾ മുകളിലോട്ട് എറിഞ്ഞു, പോയിട്ട് താഴോട്ട് വരാനായിട്ട് എന്തെടുക്കും, ഒരു 1 സെക്കൻഡ് എടുത്ത് വെച്ചോളൂ. അപ്പോൾ അത് 1 സെക്കൻഡ് ആക്ച്വൽ ടൈം. പക്ഷെ നമ്മൾ ഫ്രെയിം മാറുന്ന സമയത്താണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. ഇനി 10 കിലോഗ്രാം ഉള്ള ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ 10 കിലോഗ്രാം എന്നതിന്റെ ആക്ച്വൽ വെയിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ആക്ച്വൽ മാസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ 3 ഇക്വേഷൻസ് ആണ് നമുക്ക് സ്പെഷ്യൽ തിയറിയിൽ അവിടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഇനി ലാസ്റ്റത്തെ ഒരു ഇക്വേഷൻ കൂടി നമുക്ക് അവിടെ പഠിക്കാനായിട്ടുണ്ട്. അതാണ് ഐൻസ്റ്റീൻ്റെ ഫേമസ് ആയിട്ടുള്ള E is equal to MC സ്ക്വയർ എന്ന് പറയുന്ന ഇക്വേഷൻ. അപ്പോൾ അതിന്റെ ഡെറിവേഷൻ നോക്കണം. അപ്പോൾ അതിന്റെ ഡെറിവേഷൻ അവിടെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെറിവേഷൻ ആണ്, വലിയ ഒരു ഇതൊന്നുമില്ല. നമുക്ക് ഫോഴ്സിന്റെ ഇക്വേഷൻ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇതിലോട്ട് കൊണ്ടെത്തിക്കാൻ പറ്റും. പക്ഷെ ഒരു കൺസെപ്റ്റ് അവിടെ അറിഞ്ഞിരിക്കണം. എഴുതുന്ന സമയത്ത് നമുക്ക് അവിടെ അറിയേണ്ട ഒരു ഇതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ മാസ് എനർജി റിലേഷൻ ആണ് കേട്ടോ. മാസ് എനർജി റിലേഷൻ. ഓക്കെ, മാസ് എനർജി റിലേഷൻ ഈസ് ഈക്വൽ ടു എം സി സ്ക്വയർ ആണ്. ഇ എന്ന് പറയുന്ന എനർജി ആണ്, എം എന്ന് പറയുന്ന മാസ് ആണ്, സി എന്ന് പറയുന്ന സ്പീഡ് ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, അപ്പോൾ സ്പീഡ് ഓഫ് ലൈറ്റിന്റെ ഇതിൽ ഒരു മാസ് സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത് നേരെ എന്തിലോട്ട് കൺവേർട്ട് ചെയ്യും? സ്പീഡ് ഓഫ് ലൈറ്റിന്റെ സ്ക്വയർ ടൈമിൽ. ഓക്കെ, സ്പീഡ് ഓഫ് ലൈറ്റിന്റെ സ്ക്വയർ ടൈമിൽ സഞ്ചരിച്ചു കഴിഞ്ഞാൽ അത് മാസ് എന്തായിട്ട് കൺവേർട്ട് ചെയ്യും? എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഇപ്പോൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. ഓക്കെ, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിന് വയലേഷൻ ഉണ്ട്. ഓക്കെ, എന്ത് ചെയ്യുന്നു? സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ചില ടെക്സ്റ്റുകളിൽ കൺസർവേഷൻ ലോസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ചില ടെക്സ്റ്റുകളിൽ അവർ തന്നെ ഈ മാസിന്റെ ലോസിൽ ബ്രാക്കറ്റ്സിൽ ചിലർ എഴുതിയിരിക്കും, ദർ ഇസ് എ സ്പെഷ്യൽ കേസ് ഇൻ ദ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. ഓക്കെ, അവിടെ മാസിന് വേരിയേഷൻ ഉണ്ട് എന്നുള്ള കേസിൽ അവിടെ പ്രത്യേകിച്ച് ബ്രാക്കറ്റ്സിൽ കൊടുക്കാറുണ്ട് അങ്ങനെ. ഓക്കെ, അപ്പോൾ മാസിന് എന്ത് ചെയ്യാം? അവിടെ മാസിന്റെ കേസിൽ നമുക്ക് ചെറിയൊരു ഇതുണ്ട്, ഒരു വ്യത്യാസമുണ്ട് കൺസർവേഷൻ ലോസിൽ. അപ്പോൾ നമുക്ക് ഇതിന്റെ ഡെറിവേഷൻ ആണ് നോക്കേണ്ടത്. അപ്പോൾ മാസിന്റെ ഡെറിവേഷൻ നമ്മളിവിടെ എടുക്കുന്നത്, നിങ്ങൾ ആദ്യമേ പഠിക്കുന്ന ഇക്വേഷൻ ആണ് എഫ് ഈസ് ഈക്വൽ ടു എം എ, മാസ് ഇൻറ്റു ആക്സലറേഷൻ. ഓക്കെ, മാസ് ഇൻറ്റു ആക്സലറേഷൻ എഫ് ഈസ് ഈക്വൽ ടു എം എ എന്നുള്ള ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സാധാരണ ഇതിനെ എന്ത് ചെയ്യും? എഫ് ഈസ് ഈക്വൽ ടു എം എ ഇൻറ്റു നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഡി പി ബൈ ഡി ടി, മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് എഴുതാറുണ്ട്. ഇസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് എം വി. ഇത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഫിസിക്കൽ എം എന്നല്ല, ലാസ്റ്റ് റിസൾട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് എഴുതിയത് ദറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫോഴ്സ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഡി ബൈ ഡി ടി ഓഫ് എം ഇൻറ്റു വി എന്ന് കൊടുക്കും, അല്ലെങ്കിൽ മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് എഴുതാം. അതിൽ നിന്ന് നമ്മൾ ഡെറിവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മളോട് മാസിന് എന്ത് ചെയ്യും? നേരെ നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യം പറയുന്നത് കേട്ടോ. നമ്മൾ ന്യൂട്ടന്റെ സെക്കൻഡ് ലോ അനുസരിച്ച് ഫോഴ്സിന് ഇക്വേഷൻ ഡെറൈവ് ചെയ്യുന്നത്. എം ഒരു കോൺസ്റ്റന്റ് ആണ് പറയുന്നത്. നിങ്ങളുടെ ബുക്കിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും, ഹിയർ ദ എം ഈസ് എ കോൺസ്റ്റന്റ്, സോ വി ആർ ഡിഫറൻഷിയേറ്റിംഗ് ഓൺലി വെലോസിറ്റി, ദറ്റ് ഈസ് ഡി വി ബൈ ഡി ടി. അപ്പോൾ നമ്മൾ ഇപ്പോൾ എന്ത് എഴുതും? മാസ് ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് പറയുമ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി, അത് ആക്സലറേഷൻ ആണ്. ഓക്കെ, അത് നമ്മൾ എ എന്ന് എഴുതും. ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷേ സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ ഈ മാസ് എനർജി റിലേഷൻ ഡെറൈവ് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് വേറെ ഒന്നും ചെയ്യേണ്ട. ഇതിനകത്ത് ഇതുപോലെ തന്നെ എഫ് ഇസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി എന്ന ഇക്വേഷൻ തന്നെ കൊടുക്കുക. അവിടെ ദറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് എം ഇൻറ്റു ബി എന്ന് കൊടുക്കുക. ഓക്കെ, എം ഇൻറ്റു ബി. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് മാസ് എന്ത് ചെയ്യല്ലേ?
കോൺസ്റ്റന്റ് ആണെന്ന് എടുക്കല്ലേ. ഓക്കെ, ഡിഫറൻസിയേഷൻ ചെയ്യുന്ന സമയത്ത് ഡിഫറൻസിയേഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഡിഫറൻസിയേഷൻ ചെയ്യുന്ന സമയത്ത് ഇവിടെ മാസ് കോൺസ്റ്റന്റ് ആണ് എടുക്കല്. മാസ് ഒരു വേരിയബിൾ ആണ് എടുക്കുക. അപ്പോൾ വേരിയബിൾ ആകുമ്പോൾ നമ്മളിവിടെ ഡിഫറൻസിയേഷന്റെ പ്രൊഡക്റ്റ് റൂൾ യൂസ് ചെയ്യേണ്ടി വരും. അതിപ്പോൾ 2 ഫംഗ്ഷൻ ആണ്. ഓക്കെ, 2 ഫംഗ്ഷൻ ഉണ്ട്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു അതായത് ഡി ബൈ ഡി ടി ഓഫ് യു വി എന്നാണ് നമുക്ക് അവിടെ കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. നേരത്തെ അത് കോൺസ്റ്റന്റ് ആയിരുന്നു. അതായത് നേരത്തെ ആണെങ്കിൽ മാസ് കോൺസ്റ്റന്റ് ആയിരുന്നു. ഏതില്? ക്ലാസിക്കൽ മെക്കാനിക്സിൽ ന്യൂട്ടന്റെ ലോസ് വെച്ച് നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ. പക്ഷേ സ്പെഷ്യൽ തിയറിയിൽ വരുമ്പോൾ മാസിന് എന്തുണ്ട്? വേരിയേഷൻ ഉണ്ട്. മാസിന് അവിടെ ഒരു വേരിയേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? മാസിനെ ഒരു കോൺസ്റ്റന്റ് ആക്കി എടുക്കാതെ ഒരു വേരിയബിൾ ആയിട്ട് എടുക്കുക. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഫംഗ്ഷൻ യു ഇൻറ്റു ഡി വി ബൈ ഡി ടി പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ് ഫംഗ്ഷൻ ഓക്കെ ഡി യു ബൈ ഡി ടി ഇങ്ങനെ എടുക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? ഇത് അപ്ലൈ ചെയ്യാം. ദാറ്റ് ഈസ് ഫസ്റ്റ് ഫംഗ്ഷൻ മാസ് ഓക്കെ മാസ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് ഡി വി ബൈ ഡി ടി പ്ലസ് ഫസ്റ്റ് ഫംഗ്ഷൻ സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ദാറ്റ് ഈസ് ബി വെലോസിറ്റി ഇൻറ്റു ഡി എം ബൈ ഡി ടി. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ ഫസ്റ്റ് ടൈം ആയിരിക്കും നമ്മൾ ഈ ഒരു ഡെറിവേഷൻ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് മാസിന് ഒരു വേരിയേഷൻ അപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ മാസ് കോൺസ്റ്റന്റ് ആക്കി നിർത്തിയുള്ളൂ. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ആൻഡ് നമ്മൾ ഇവിടെ ഈ ഒരു ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ശരിക്കും ഒരു എഫ് എന്ന് പറയുന്ന ഫോഴ്സ് പ്രയോഗിച്ച് ഞാൻ ഒരു ബോഡി ഡിസ്പ്ലേസ് ചെയ്യുകയാണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഈ കിടക്കുന്ന ഫിഗർ നോക്കുന്നുണ്ട്. അത് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ഷൻ ഒരു ഫിഗർ ആണ്. അത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. ഇപ്പോൾ ഡെറിവേഷൻ മാത്രം നോക്കുക. അപ്പോൾ ഇതിൽ ഫോഴ്സ് ഒരു എഫ് എന്ന് പറയുന്ന ഫോഴ്സ് അപ്ലൈ ചെയ്ത് ഞാൻ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യുവാണ്. ഓക്കെ, ഒരു ഒബ്ജക്റ്റ് ഞാൻ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അറിയാം അവിടുത്തെ വർക്ക് ഡൺ എന്ന് വെച്ചാൽ അവിടുത്തെ എനർജി അപ്ലൈക്ക് തുല്യമായിരിക്കും. ഓക്കെ, വർക്ക് ഡൺ എന്ന് വെച്ചാൽ അവിടുത്തെ കൈനറ്റിക് എനർജിക്ക് തുല്യമായിരിക്കും. അപ്പോൾ അവിടുത്തെ വർക്ക് ഡൺ നമുക്ക് അവിടെ ഡി ഇ കെ എന്ന് കൊടുക്കാം. ഓക്കെ, അതായത് ചേഞ്ച് ഇൻ വർക്ക് എന്നുള്ള രീതിയിൽ ഡി ഇ കെ എന്ന് കൊടുക്കുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി എസ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ് വർക്ക് ഡൺ എന്ന് പറയുന്നത്. അവിടുത്തെ വർക്ക് ഡൺ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? അവിടെ എനർജി ആയിട്ട് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ഡി ഇ കെ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി എസ് എന്ന് കൊടുത്തു. ഓക്കെ, ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് സ്മോൾ ഡിസ്പ്ലേസ്മെന്റ് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് മീൻസ് വർക്ക് ഡൺ ആണ്. അവിടെ ഈ വർക്ക് ഡൺ തന്നെയാണ് എന്ത് ചെയ്തത്? എനർജി ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പം ഞാൻ ഈ ഒരു എഫിന്റെ ഇക്വേഷനിലോട്ട് പിന്നീട് ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഡി എസ് കൊടുക്കുന്നു, ഈ ഒരു ഇ കെ ഞാൻ അവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഡി ഇ കെ ഈസ് ഈക്വൽ ടു ഡി ഇ കെ വിച്ച് ഇസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി പ്ലസ് വി ഇൻറ്റു ഡി എം ബൈ ഡി ടി. ഓക്കെ, ഡി എം ബൈ ഡി ടി ഇൻറ്റു പിന്നെ ഒരു ഡി എസ് കൂടി ഉണ്ട്. കണ്ടോ? ഈ എഫിൻ്റെ കൂടെ ഡി എസ് ഇല്ലേ? ഈ ഡി ഇ കെ എഫിൻ്റെ കൂടെ നമ്മൾ ഡി എസ് കൂടി കൊടുക്കണം. ഓക്കെ, ഞാൻ ഡി എസ് കൂടി അവിടെ കൊടുത്തു. ഓക്കെ, ഡി എസ് ഡി ഇ കെ ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി പ്ലസ് വി ഇൻറ്റു ഡി എം ബൈ ഡി ടി ഇൻറ്റു ഡി എസ് എന്ന് കിട്ടി. ഇതിൽ ഈ ഒരു ഡി എസ് ബൈ ഡി ടി എസ് എന്ന് പറയുന്ന ഡിസ്പ്ലേസ്മെന്റ് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഫോഴ്സിന്റെ കൂടെ വരുന്ന എസ് എന്ന് പറയുന്നത് എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. വർക്ക് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. അപ്പോൾ ഡി എസ് ബൈ ഡി ടി എന്തായിട്ട് മാറും? ശരിക്കും ഈ എം ഇവിടെ കിടക്കട്ടെ. ഞാൻ ഈ ഡി എസ് ഈ ഒരു ഡി ടിയെ കൂടി ഇങ്ങോട്ട് മാറ്റി. ഓക്കെ, ഡി ടി ഇങ്ങോട്ട് മാറ്റി എഴുതി. അങ്ങനെ ഡി എസ് ബൈ ഡി ടി മീൻസ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്നാണ്? വെലോസിറ്റി ആണ്. ഓക്കെ, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്. ഇവിടുത്തെ ഡി ടി ഞാൻ ഇങ്ങോട്ട് മാറ്റി എഴുതിയത് ഡി എസ് ബൈ ഡി ടി എന്നാക്കി. അങ്ങനെയാണെങ്കിൽ എനിക്ക് ഡി ഇ കെയുടെ ഇക്വേഷൻ ഡിയുടെ ഇക്വേഷൻ എന്തായിട്ട് മാറും? ഡി ഈസ് ഈക്വൽ ടു എം ഇൻറ്റു ഡി വി ബൈ ഡി ടി പ്ലസ് വി ഇൻറ്റു ഡി എം ഇൻറ്റു വീണ്ടും ഈ ഡി എസ് ബൈ ഡി ടി എന്തായിട്ട് മാറും? അത് വെലോസിറ്റി ആയിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം? വി ഇൻറ്റു വി എന്നുള്ള രീതിയിൽ വെലോസിറ്റി സ്ക്വയർ ഡി എം എന്നായിട്ട് മാറും. ഓക്കെ, എം ഇൻറ്റു ഇവിടെ ഒരു എസ് വരുമല്ലോ. നമ്മൾ ടോട്ടലിൽ കൊടുത്തിരുന്ന എസ്. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചോളണം. ഞാൻ ഇവിടെ എസ് ഇതിനകത്ത് കൊടുത്തില്ലായിരുന്നു. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു? എസ് കയറി വരും. ടോട്ടൽ എഫ് ഇൻറ്റു ഡി എസ് ആണ്. ഓക്കെ, അപ്പോൾ ഫോഴ്സിന്റെ ഇക്വേഷൻ ഇത് ഹോൾ ഇൻറ്റു ഡി എസ് എന്നാണ് വരുന്നത്. ഹോൾ ഇൻറ്റു ഡി എസ്. അപ്പോൾ ഇതിനകത്ത് എന്ത് ചെയ്യാം? ഈ ഡി എസ് കയറി വരാം. അപ്പോൾ ഇവിടെ നമുക്കൊരു ഡി എസ് ബൈ ഡി ടി വരും. ഓക്കെ, എം ഇൻറ്റു ഡി വി ഇൻറ്റു ഡി എസ് ബൈ ഡി ടി വരും. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ എന്തായിട്ട് മാറ്റാം? ദിസ് ഇക്വേഷൻ വിൽ ചേഞ്ചസ് ടു ഇവിടെ ഒരു ഡി എസ് കൂടി വരും. ഓക്കെ, ഡി എസ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? മാസ് ഇൻറ്റു ഡി എസ് ബൈ ഡി ടി വെലോസിറ്റി ഇൻറ്റു ഡി വി. ഓക്കെ, ഡി വി പ്ലസ് വി സ്ക്വയർ ഡി എം എന്നായിട്ട് മാറും. ഓക്കെ, ഇതാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഇക്വേഷൻ. ഡിയുടെ ഇക്വേഷൻ എഴുതുവാണ്. ഡി ഇ കെ
which is equal to m into v dv. Okay, m into v dv plus v square dm. v square dm. ഇത് ഇക്വേഷൻ നമ്പർ 1 ആയിരിക്കട്ടെ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് മാസിന്റെ ആ ഒരു വേരിയേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ആ ഒരു മാസിന്റെ വേരിയേഷൻ അപ്ലൈ ചെയ്യുന്നു. മാസിന്റെ വേരിയേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇവിടെ എന്തായിട്ട് മാറും? മാസിന്റെ വേരിയേഷൻ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ആ മാസിന്റെ വേരിയേഷൻ ഈ ഒരു ഇക്വേഷൻ ഇവിടെ നിർത്തിയിട്ട് മാസിന്റെ ആ ഒരു വേരിയേഷൻ ഇക്വേഷൻ എടുക്കുക. അതായത് m is equal to m0 divided by root of 1 minus v square divided by c square. ഓക്കെ, നിങ്ങളപ്പോൾ ഈ ഒന്നാമത്തെ ഇക്വേഷൻ അവിടെ നിർത്തുക. അതിനകത്ത് ഇതിനടുത്ത് അപ്ലൈ ചെയ്യേണ്ട ഡയറക്റ്റ് ആയിട്ട്. ഓക്കെ, നമുക്ക് വേറൊരു മെത്തേഡ് ചെയ്യാം. അതായത് ആദ്യം എന്ത് ചെയ്യാം, നമ്മൾ അടുത്ത സ്റ്റെപ്പിൽ മാസ് എടുക്കുന്നു. മാസിന്റെ വേരിയേഷൻ ഇക്വേഷൻ എടുത്തു. വേരിയേഷൻ ഓഫ് മാസ് വിത്ത് വെലോസിറ്റി നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച ഇക്വേഷൻ m is equal to m0 divided by root of 1 minus v square by c square. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുക. നമുക്ക് ഈ റൂട്ട് ഒന്ന് മാറ്റണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്ന സ്റ്റെപ്പ്, ഇവിടെയും സ്ക്വയർ ചെയ്തു. എമ്മിൻ്റെ ഇവിടെ സ്ക്വയർ ചെയ്തു. എം സ്ക്വയർ ഈസ് ഈക്വൽ ടു m0 സ്ക്വയർ. m0 സ്ക്വയർ ഡിവൈഡ് ബൈ റൂട്ട് മാറും. എന്തായിട്ട് മാറും? റൂട്ട് മാറി കഴിഞ്ഞാൽ അവിടെ 1 മൈനസ് വി സ്ക്വയർ ബൈ സി സ്ക്വയർ മാത്രമേ അവിടെ വരത്തുള്ളൂ. ഓക്കെ, വി സ്ക്വയർ ബൈ സി സ്ക്വയർ. ഇനി ഇതിനകത്ത് ഈ ഒരു ഇതിന് ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തതിന് എം സ്ക്വയർ ഈസ് ഈക്വൽ ടു m0 സ്ക്വയർ ഡിവൈഡ് ബൈ ഈ സി സ്ക്വയർ കഴിഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. അപ്പോൾ സി സ്ക്വയർ കഴിഞ്ഞിട്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് കോമൺ ആയിട്ട് ഇനി LCM ആയിട്ട് മാറ്റാം. അങ്ങനെ ഇത് എന്തായിട്ട് മാറും? സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ എന്നായിട്ട് മാറും. ഓക്കെ, അപ്പോൾ റെസിപ്രോക്കൽ ആയിട്ടുണ്ട്. നമുക്ക് ഇനി സി സ്ക്വയറിനെ നേരെ മുകളിലോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അത് m0 സ്ക്വയർ സി സ്ക്വയർ ഡിവൈഡ് ബൈ സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ എന്നായിട്ട് മാറും. ഓക്കെ, അപ്പോൾ എം സ്ക്വയർ ഇസ് ഈക്വൽ ടു m0 സ്ക്വയർ സി സ്ക്വയർ ബൈ സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ എന്നായിട്ട് മാറി. ഇനി ഇതിനകത്ത് ഞാൻ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്യാൻ പോകുന്നു. ഇതിനെ ഞാൻ ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ എം സ്ക്വയർ ഇൻറ്റു സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ, സി സ്ക്വയർ മൈനസ് വി സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു m0 സ്ക്വയർ സി സ്ക്വയർ. ഓക്കെ, m0 സ്ക്വയർ സി സ്ക്വയർ എന്നാക്കി മാറ്റി. ആൻഡ് m0 സ്ക്വയർ സി സ്ക്വയർ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇതിനകത്ത് നമുക്ക് ഈ ഒരു എമ്മിനെ ഒന്ന് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ എന്തായിട്ട് മാറും? എം സ്ക്വയർ സി സ്ക്വയർ മൈനസ് എം സ്ക്വയർ വി സ്ക്വയർ. ഓക്കെ, എം സ്ക്വയർ വി സ്ക്വയർ ഈസ് ഈക്വൽ ടു m0 സ്ക്വയർ സി സ്ക്വയർ. ഓക്കെ, ഇനി ഇതിൽ ചെയ്യേണ്ടത്, ഇതിനകത്ത് നമ്മൾ ഒന്ന് ഡിഫറൻസിയേഷൻ വീണ്ടും ഒന്ന് അപ്ലൈ ചെയ്യണം. ഓക്കെ, ഈ ഒരു സ്റ്റെപ്പിൽ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻസിയേഷൻ ഒന്ന് അപ്ലൈ ചെയ്യണം. അപ്പോൾ ഇത് ഡിഫറൻസിയേഷൻ ആ സ്റ്റെപ്പ് ഞാൻ നോട്ട്സിൽ സെൻഡ് ചെയ്ത് തരാം. ഓക്കെ, ഇതിനകത്ത് ഇപ്പോൾ എഴുതി കൊടുക്കുന്ന കുറച്ച് ലെങ്ത് ആവും അതിനകത്ത്. ഓക്കെ, 2 സ്റ്റെപ്പെങ്കിലും വരും. അപ്പോൾ ഡിഫറൻസിയേഷൻ അപ്ലൈ ചെയ്യണം. അപ്ലൈയിങ് ഡിഫറൻസിയേഷൻ ദിസ് ഇക്വേഷൻ. ഓക്കെ, ഇതിൻ്റെ ഡിഫറൻഷ്യൽ ഒന്ന് എടുക്കുക. ഈ ഒരു ഇക്വേഷൻ്റെ ഡിഫറൻഷ്യൽ ഒന്ന് എടുക്കുക. ഡിഫറൻസിയേഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ഡിഫറൻസിയേഷൻ എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എന്ന് പറയുന്നത്, ഞാൻ ഇങ്ങോട്ട് എഴുതുവാണ് കേട്ടോ. റിസൾട്ട് കിട്ടുന്ന റിസൾട്ട് സി സ്ക്വയർ ഡി എം, സി സ്ക്വയർ ഡി എം ഈസ് ഈക്വൽ ടു എം വി ഡി വി, എം വി ഡി വി പ്ലസ് വി സ്ക്വയർ ഡി എം. ഓക്കെ, എം വി ഡി വി പ്ലസ് വി സ്ക്വയർ ഡി എം എന്ന് കിട്ടാം. ഇത് രണ്ടാമത്തെ ഇക്വേഷനാണ്. ഇനി ഒരു കാര്യം ചെയ്യാം, ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും കമ്പയർ ചെയ്യുക. രണ്ട് ഇക്വേഷൻ്റെയും RHS എന്താണ്? ഈക്വൽ ആണ് കേട്ടോ. ഇവിടുത്തെ RHSഉം ഇവിടുത്തെ RHSഉം ഈക്വൽ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടണമെങ്കിൽ നിങ്ങൾ ഇതിനെ ഡിഫറൻസിയേഷൻ ചെയ്യണം. ഓക്കെ, ഡയറക്റ്റ് ആയിട്ട് ഇവിടെ അല്ലാതെ എടുക്കാൻ പറ്റില്ല. ഡിഫറൻസിയേഷൻ കൊടുത്താൽ മാത്രമേ, ഇവിടെ ഡിഫറൻസിയേഷൻ കൊടുക്കണം. ഡിഫറൻസിയേഷൻ കൊടുത്താൽ മാത്രമേ നമുക്ക് ഈ ഒരു റിസൾട്ടിലോട്ട് വരത്തുള്ളൂ. അല്ലാതെ ഇതിപ്പോൾ എം സ്ക്വയർ സി സ്ക്വയർ മാത്രമേ ഉള്ളൂ. നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ വേറൊരു ഓപ്ഷൻ ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മളിവിടെ ഒന്ന് ഇക്വേറ്റ് ചെയ്യുക. രണ്ട് ഇക്വേഷൻസ് നമ്മളൊന്ന് ഇക്വേറ്റ് ചെയ്യണം. അപ്പോൾ ഇക്വേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടിൻ്റെയും RHS ഈക്വൽ ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? LHS അവിടെ ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ, LHS ഈക്വൽ ആണ്. അപ്പോൾ ഇവിടുത്തെ LHS സി സ്ക്വയർ ഡി എം ആണ്. ഇവിടുത്തെ LHS എന്താണ്? അത് DEK ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനെയും ആൻഡ് രണ്ടാമത്തെ ഇക്വേഷനെയും കമ്പൈൻ ചെയ്തുകൊണ്ട് ഞാൻ ആ ഒരു ഇക്വേഷൻസ് എഴുതുവാണ്. ദാറ്റ് ഇസ് DEK ഈസ് ഈക്വൽ ടു, DEK ഈസ് ഈക്വൽ ടു സി സ്ക്വയർ ഡി എം. ഓക്കെ, സി സ്ക്വയർ ഡി എം. ഇതെന്ന് പറയുന്നത് ആ ഒരു എനർജി വാല്യൂ ആണ്. DEK ഈസ് ഈക്വൽ ടു സി സ്ക്വയർ ഡി എം. ദാറ്റ് ഈസ് ദ ടോട്ടൽ കൈനറ്റിക് എനർജി അസോസിയേറ്റഡ് വിത്ത് ദ ബോഡി. ഓക്കെ, അതായത് ഒരു മാസ്, ഇപ്പോൾ മാസ് റിലേഷൻ പറഞ്ഞല്ലോ. നമുക്ക് മാസ് ആണ് എന്ത് ചെയ്ത്, എം മാസ് ആണ് എന്തിലോട്ട് കൺവേർട്ട് ചെയ്തത്? വെലോസിറ്റി ഇൻക്രീസ് സമയത്ത് m0 ആയിട്ട് മാറിയത്. അപ്പോൾ എം എന്ന് പറയുന്ന മാസ് m0 കൺവേർട്ട് ചെയ്ത സമയത്ത് ഉണ്ടായ, അല്ലെങ്കിൽ തിരിച്ചല്ലേ, m0 ഇനിഷ്യൽ മാസ് ഇപ്പോൾ 10 കിലോഗ്രാം ഉണ്ടായിരുന്നു. ഓക്കെ, തിരിച്ചാണ് കേട്ടോ.
m0 മാസ് എന്ത് ചെയ്തു? എമ്മിലോട്ട് കൺവേർട്ട് ചെയ്തു. ഓക്കെ. അതാണ് പുതിയ മാസ് എന്ന് പറയുന്നത്. ഇപ്പോൾ 10 കിലോഗ്രാമുള്ള ഒരു ഒബ്ജക്റ്റ് നേരെ എന്തായി? 5 കിലോഗ്രാം ആയിട്ട് കുറഞ്ഞു. എങ്ങനെയാണ്? സ്പീഡ് ഓഫ് വെലോസിറ്റിയിൽ കൂടിയ വെലോസിറ്റിയിൽ സഞ്ചരിച്ചപ്പോൾ. അപ്പോൾ അവിടെ വേരിയേഷൻ വന്ന മാസ് എം ആണ്. ഓക്കെ. അപ്പോൾ m0 മാസ് എന്ന ഒബ്ജക്റ്റ് എമ്മിലോട്ട് കൺവേർട്ട് ചെയ്ത സമയത്ത് അവിടെ എടുത്ത കൈനറ്റിക് എനർജിയാണ് ഇവിടുത്തെ ഈ ഒരു DEK എന്ന് പറയുന്നത്. ഓക്കെ. എനർജി. ഇനി നമുക്കിത് കണ്ടുപിടിക്കാനായിട്ട് വേറെ ചെയ്യണ്ട. നിങ്ങളൊന്ന് ഇന്റഗ്രേഷൻ ഒന്ന് അപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ഇന്റഗ്രേഷൻ അപ്ലൈ ചെയ്യുന്നു. 2 സ്റ്റെപ്പ് സിമ്പിൾ ഇന്റഗ്രേഷൻ ആണ്. ഓക്കെ. രണ്ടിടത്ത് ഇന്റഗ്രേഷൻ കൊടുത്തു. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? വേരിയേഷൻ കൂടി കൊടുക്കുക. വേരിയേഷൻ ഫ്രം m0 ടു m. അതായത് എന്താണ്? m0 വെയിറ്റ് ഉണ്ടായിരുന്ന ഒരു ഒബ്ജക്റ്റ് എമ്മിലോട്ട് കൺവേർട്ട് ചെയ്യാനെടുത്ത കംപ്ലീറ്റ് എനർജി അല്ലെങ്കിൽ വർക്ക് ആണ് ഇവിടെ എന്ത് ചെയ്തത്? ഇന്റഗ്രേഷൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇന്റഗ്രൽ DEK. അപ്പോൾ ഇന്റഗ്രൽ ഓഫ് ഡെറിവേറ്റീവ് എന്താണ്? ആ ഒരു ഫംഗ്ഷൻ മാത്രം കിട്ടും. അത് EK ആണ്. ഓക്കെ. DEK ആണ്. അല്ലെങ്കിൽ എനർജിയാണ് അവിടെ നമുക്ക് കിട്ടിയത്. വിച്ച് ഈസ് ഈക്വൽ ടു ഇവിടെ സ്പീഡ് ഓഫ് ലൈറ്റ് എല്ലാ ഇതിലും എന്താണ്? എല്ലാ ഫ്രെയിംസിലും കോൺസ്റ്റന്റ് ആണ്. അങ്ങനെ നമുക്ക് അതെന്ത് കൊടുക്കാം? c² ഞാൻ അവിടെ പുറത്തെടുത്തു. പിന്നെ ഇവിടെ ആകെ വരുന്നത് m0 ടു m dm ആണ്. m0 ടു m dm ആണ്. അപ്പോൾ ഇന്റഗ്രൽ dm എന്ന് പറയുമ്പോൾ m തന്നെ കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു c² m വിത്തിൻ ദ ലിമിറ്റ് m0 ടു m. m0 ടു m. ഇന്റഗ്രേഷൻ സോൾവ് ചെയ്യുന്നത് എങ്ങനെയാണ്? അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇംഗ്ലീഷ് സോൾവ് ചെയ്ത് ലിമിറ്റ് അപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് c² ഇൻറ്റു അപ്പർ ലിമിറ്റ് m മൈനസ് ലോവർ ലിമിറ്റ് m0. ഓക്കെ. ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്? അവിടെ കിട്ടുന്നത്. അതായത് ഇപ്പോൾ നമുക്കൊരു റിലേഷൻ കിട്ടി. ദാറ്റ് ഈസ് ആ റിലേഷൻ ഇവിടെ എഴുതുവാണ് കേട്ടോ. ദാറ്റ് ഈസ് ഈസ് ഈക്വൽ ടു EK ഈസ് ഈക്വൽ ടു c² ഇൻറ്റു m മൈനസ് m0. m മൈനസ് m0. ഓക്കെ. EK. ടോട്ടൽ എനർജി ഈസ് ഈക്വൽ ടു mc² മൈനസ് m0². ഇങ്ങോട്ട് എഴുതാം കേട്ടോ. ഇക്വേഷൻ അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും തോന്നുന്നില്ല. ഇങ്ങോട്ട് എഴുതാം. അപ്പോൾ ഈസ് ഈക്വൽ ടു EK ഈസ് ഈക്വൽ ടു mc² മൈനസ് m0c². ഇതാണ് നമുക്ക് കിട്ടിയത് EKയുടെ വാല്യൂ. ടോട്ടൽ എനർജി എന്ന് പറയുമ്പോൾ നമ്മൾ EK മീൻസ് ആ ഒരു വേരിയേഷൻ വന്ന എനർജി. ഓക്കെ. ടോട്ടൽ എനർജി എന്ന് പറയുന്നത് എന്താണ്? EK എന്ന് പറയുന്ന അവിടെ വേരിയേഷൻ വന്ന എനർജിയാണ്. അപ്പോൾ വേരിയേഷൻ വന്ന എനർജിയുടെയും അതുപോലെ തന്നെ റെസ്റ്റ് മാസ് എനർജി ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് വെറുതെ ഇരിക്കുന്ന സമയത്ത് കിട്ടുന്ന എനർജി. ഓക്കെ. വെറുതെ അല്ലെങ്കിൽ ആ ഒരു നോർമൽ ഇനിഷ്യൽ കോർഡിനേറ്റിൽ വെച്ചുള്ള എനർജിയാണ് നമ്മൾ റെസ്റ്റ് മാസ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന്റെ ടോട്ടൽ എനർജി TE എന്ന് പറയുന്നത് T ഈസ് ഈക്വൽ ടു E. ടോട്ടൽ എനർജി E ആണ്. ഇത് EK ആണ്. EK എന്ന് പറയുമ്പോൾ ആ ഒരു വേരിയേഷൻ വന്ന എനർജിയാണ് കേട്ടോ ഇവിടെ. അതായത് ഒരു ബോഡി ഡിസ്പ്ലേസ് ചെയ്ത സമയത്ത് അല്ലെങ്കിൽ ആ ഒരു മാസ് m0 മാസ് m ആയിട്ട് കൺവേർട്ട് ചെയ്ത സമയത്തുള്ള എനർജിയാണ് EK എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ എനർജി ഓഫ് ഈ സിസ്റ്റം ഈസ് ഈക്വൽ ടു mc² മൈനസ് m0c² പ്ലസ് m0c² എന്ന് വരും. ഓക്കെ. ഇതാണ് എൻ്റെ ആ ഒരു ഇക്വേഷൻ. ഇത് റെസ്റ്റ് മാസ് എനർജി, ഇത് EK എന്ന് പറയുന്ന എനർജി. ഓക്കെ. ഇത് EK ആണ്. ഇത് റെസ്റ്റ് മാസ് എനർജിയുമാണ്. അപ്പോൾ ഇതും നമുക്കവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ബാക്കി എന്ത് കിട്ടും? I ഈസ് ഈക്വൽ ടു mc². ഇതാണ് ഐൻസ്റ്റീൻ്റെ സ്പെഷ്യൽ അല്ലെങ്കിൽ മാസ് എനർജി റിലേഷൻ ഈസ് ഈക്വൽ ടു mc² എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഒരു ഇക്വേഷൻ ഈസ് ഈക്വൽ ടു mc². അപ്പോൾ കറക്റ്റായിട്ട് നോക്കി വെച്ചേക്കുക. ഇതാണ് ഐൻസ്റ്റീൻ്റെ മാസ് എനർജി റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്ന സ്പെഷ്യൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളിപ്പോൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ ലെങ്ത് കോൺട്രാക്ഷൻ്റെയും ടൈം ഡയറക്ഷൻ്റെയും ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ചിലതൊക്കെ ഈസിയസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. സിമ്പിൾ 1-2 സ്റ്റെപ്പ് വഴി നമുക്ക് ആൻസർ കിട്ടും. പക്ഷെ നിങ്ങളത് എഴുതാനായിട്ട് ആ ഒരു മെത്തേഡ് അല്ലെങ്കിൽ എന്താണ് അവർ പറയുന്നതെന്ന് അറിഞ്ഞിരുന്നാൽ കറക്റ്റായിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഈ ഒരു ക്വസ്റ്റ്യൻസിൽ. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ റോഡ് ഹാസ് എ ലെങ്ത് 100 സെന്റിമീറ്റർ വെൻ റോഡ് ഈസ് ഇൻ എ സ്ട്രാറ്റ് ലൈൻ മൂവിംഗ് വിത്ത് വെലോസിറ്റി 0.8c. അതായത് ഇവിടെ വെലോസിറ്റീസ് മിക്കപ്പോഴും തരുന്നത് മൾട്ടിപ്പിൾ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ് ആയിട്ടാണ് തരുന്നത്. ഓക്കെ. ഇൻറ്റു c എന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുന്നത്? എപ്പോഴും നമുക്ക് അവിടെ വെലോസിറ്റീസ് തരുന്നത്. ഓക്കെ. ആ ഒരു കാര്യം ശ്രദ്ധിക്കാം. മിക്കപ്പോഴും അങ്ങനെ ആയിരിക്കും ടൈംസ് അവിടെ തരുന്നത്. Related to the laboratory, what is the length of the rod as determined by an observer A in the satellite and B in the laboratory? അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു റോഡുണ്ട്, 100 സെന്റിമീറ്റർ നീളമുള്ള റോഡാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊരു സാറ്റലൈറ്റിൽ ഒരു സാറ്റലൈറ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? മൂവ് ചെയ്തുകൊണ്ട് ഇരിപ്പുണ്ട്. അപ്പോൾ ആ സാറ്റലൈറ്റിൽ മൂവ് ചെയ്യുന്ന ആ ഒരു സാറ്റലൈറ്റിന്റെ വെലോസിറ്റി, അതായത് നമ്മൾ ഫ്രെയിംസ് കൺസിഡർ ചെയ്യണം. നമ്മളിവിടെ എന്ത് ചെയ്യണം? ഫ്രെയിം കൺസിഡർ ചെയ്യണം. ഫ്രെയിം കൺസിഡർ ചെയ്യുമ്പോൾ ഇത് ലബോറട്ടറി ഫ്രെയിം ആണ്. ഈ ലബോറട്ടറി നമ്മൾ നിൽക്കുന്ന ലാബിന്റെ ഫ്രെയിം ആണ്. ഇതെന്ന് പറയുന്നത് എന്താണ്? വെലോസിറ്റി ദാറ്റ് ഈസ് ദ 0.8 സിയിൽ
സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാറ്റലൈറ്റിലെ ഫ്രെയിമാണ്. അപ്പോൾ ഇവിടെ ഉള്ള റോഡിന്റെ ലെങ്ത് ആണ് നമുക്ക് എന്ത് ചെയ്യണം, ഇവിടെയുള്ള ലെങ്ത് നമുക്ക് ഡിറ്റർമിൻ ചെയ്യണം. ഇവിടെ നിന്ന് ഞാൻ നോക്കുന്ന സമയത്ത് എന്താണ് ഞാൻ കാണുന്നതെന്ന് എനിക്ക് എന്ത് ചെയ്യണം, ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ ഒന്നാമത്തെ ഇതെന്ന് വെച്ചാൽ ഇൻ ദ സാറ്റലൈറ്റ് ആണ്. അപ്പോൾ സാറ്റലൈറ്റിൽ എന്ന് പറയുന്നത് അവിടെ നമുക്ക് ആക്ച്വൽ ലെങ്ത് ആയിരിക്കും എന്ത് ചെയ്യുന്നത്, എപ്പോഴും കാണുന്നത്. ഓക്കെ, കാരണം സാറ്റലൈറ്റിലാണ് ഒരു ഒബ്ജക്റ്റ് ഇരിക്കുന്നത്. സാറ്റലൈറ്റിൽ ആ ഒബ്ജക്റ്റ് ഇരുന്ന് അത് മൂവ് ചെയ്തുകൊണ്ടിരുന്നാൽ എന്ത് ചെയ്യും, നമുക്ക് അത് തന്നെ കാണും. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഇൻ ദ സാറ്റലൈറ്റ് ഇറ്റ് ഹാസ് ദ ആക്ച്വൽ ലെങ്ത് L0, ദാറ്റ് ഈസ് 100 സെന്റിമീറ്റർ. ഓക്കെ, 100 സെന്റിമീറ്ററിനായിരിക്കും ലെങ്ത്. പിന്നെ ഒബ്സർവറിന്റെ കാര്യം, അല്ലെങ്കിൽ ലബോറട്ടറി നിൽക്കുന്ന ഒരു ഒബ്സർവർ എങ്ങനെ കാണും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ L is equal to L0 into root of v² ആണ്. 100 into 1 minus v² എന്നാണ്. വിയുടെ വാല്യൂ നമുക്കറിയാം 0.8c ആണ്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റ് നോക്കുക, 0.8c ആണ്. സിയുടെ വാല്യൂ മൾട്ടിപ്ലൈ ചെയ്യേണ്ട, കാരണം ഇവിടെ 0.8² വരും. അപ്പോൾ c² ക്യാൻസൽ ആവും, ബാക്കി അവിടെ എന്ത് മാത്രമേ വരത്തുള്ളൂ, 1 മൈനസ് 0.8² മാത്രമേ വരത്തുള്ളൂ. റൂട്ട് ഓഫ് 1 മൈനസ് 0.8² വരും. 100 ഇൻറ്റു ചെയ്യുന്ന സമയത്ത് 100 ഇൻറ്റു 0.6 ആണ്, അത് 60 സെന്റിമീറ്റർ ആണ്. ലെങ്ത് എന്ത് ചെയ്തു, കുറഞ്ഞു. ഓക്കെ, 100 സെന്റിമീറ്റർ ആ ഒരു സാറ്റലൈറ്റിൽ ഇരുന്ന റോഡിന്റെ ലെങ്ത് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നിൽക്കുന്ന ഒബ്സർവർ, നമ്മുടെ പ്ലാനറ്റിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സ്റ്റേഷനറി നിൽക്കുന്ന ഒരു ഒബ്സർവറിന് അത് എത്രയായിട്ട് തോന്നി, 60 സെന്റിമീറ്റർ ആയിട്ട് എന്ത് ചെയ്ത് ഫീൽ ചെയ്ത്. അപ്പോൾ അതാണ് ലെങ്ത് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത എക്സാമ്പിൾ നോക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദാറ്റ് ഈസ് the length of a rocket ship 100 centimeter on the ground. When it is in flight, its length is observed on the ground is 99 meter. കാൽക്കുലേറ്റ് സ്പീഡ്. ഇവിടെ നമുക്ക് സ്പീഡാണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. രണ്ട് ലെങ്ത് തന്നിട്ടുണ്ട്. അതായത് ഒരു റോക്കറ്റിന്റെ ലെങ്ത് 100 മീറ്റർ ആണ് ഗ്രൗണ്ടിൽ നിന്ന് നോക്കിയ സമയത്ത്. ഓക്കെ, ഇവിടെ നമ്മൾ പ്ലാനറ്റ് നിൽക്കുക, നമ്മൾ എർത്തിൽ നിൽക്കുവാണ്. അപ്പോൾ നമ്മൾ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്ന സ്ഥലത്ത് നിന്നപ്പോൾ ഈ ഒരു റോക്കറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ റോക്കറ്റിന്റെ ആ ഒരു ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരുന്നു, റോക്കറ്റ് ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ദാറ്റ് ഈസ് 100 സെന്റിമീറ്റർ. ഓക്കെ, 100 മീറ്റർ. 100 മീറ്റർ. പക്ഷേ ഈ റോക്കറ്റ് നേരെ സ്പേസിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഇവിടെ എത്തിയ സമയത്ത് നമുക്കത് 99 മീറ്റർ ഉള്ളതായിട്ട് നമുക്ക് എന്ത് ചെയ്ത് അവിടെ ഫീൽ ചെയ്ത്. ഓക്കെ, 99 മീറ്റർ. അപ്പോൾ ഈ റോക്കറ്റിൽ എത്ര സ്പീഡിലാണ് ഈ റോക്കറ്റ് സഞ്ചരിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ലെങ്തിന്റെ വേരിയേഷൻ വെച്ച് നമ്മൾ എന്ത് ചെയ്യണം, റോക്കറ്റിന്റെ സ്പീഡ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, കോൺട്രാക്റ്റഡ് ലെങ്ത് ആണ് 99 മീറ്റർ ആൻഡ് ആക്ച്വൽ ലെങ്ത് ആണ് 100 മീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആദ്യം അതാണ് എടുത്ത് എഴുതേണ്ടത്. ആക്ച്വൽ ലെങ്ത് മീൻസ് L0, അത് 100 മീറ്റർ ആണ്. കോൺട്രാക്റ്റഡ് ലെങ്ത് L ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 99 മീറ്റർ ആണ്. അപ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ ആ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. L is equal to L0 into root of 1 minus v² by c². ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്ത് ചെയ്യുക, അതിനുള്ള ടേംസ് എല്ലാം കൊടുക്കുക. 99² is equal to 100² into 1 minus v² by c². നമുക്ക് v ആണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്, ഈ ഒരു വിയുടെ വാല്യൂ. ഓക്കെ, നമുക്ക് വിയുടെ വാല്യൂ നോക്കാം. നമ്മളിവിടെ എക്സ്പാൻഡ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്വയർ ടേംസ് എടുത്തു. 0.9801 മൈനസ് 1 വരെ. ഓക്കെ, ഇറ്റ് ഈസ് ഈക്വൽ ടു സിംപ്ലിഫൈ ചെയ്തതിന് ശേഷമാണ് കേട്ടോ, സ്ക്വയർ എടുത്ത് സിംപ്ലിഫൈ ചെയ്ത സ്റ്റെപ്പാണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു v² by c². ഇത് സബ്ട്രാക്ട് ചെയ്തെടുക്കുക. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കൊരു മൈനസ് വരും. ഈ മൈനസ് ക്യാൻസൽ ആവും. ബാക്കി v² by c² is equal to 0.0199 എന്ന് വരും. ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യണം, ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് കംപ്ലീറ്റ് റൂട്ട് എടുത്താൽ മതി. ഈ c² നേരെ ഇങ്ങോട്ട് കൊണ്ടുവരിക, c² ആവും. കംപ്ലീറ്റ് അങ്ങ് റൂട്ട് എടുക്കുക. റൂട്ട് എടുക്കുമ്പോൾ ഈ 0.0199 സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കേട്ടോ. നമുക്ക് സിയിൽ എഴുതിയാൽ മതി. ആൻസേഴ്സ് സി എന്ന ടേംസിൽ കൊടുത്താൽ മതി, ഇൻറ്റു സ്പീഡ് ഓഫ് ലൈറ്റ് എന്ന രീതിയിൽ. അതായത് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റ് ശരിക്കും നമ്മൾ പറയുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് അപ്രോക്സിമേറ്റ് ആയിട്ട് പോകുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മീനിങ് വരാൻ വേണ്ടിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, എല്ലാ സ്പീഡും വെലോസിറ്റീസ് നമ്മളവിടെ ഇൻറ്റു സി എന്ന രീതിയിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ റൂട്ട് എടുത്തപ്പോൾ 0.019 റൂട്ട് എന്ന് പറയുന്നത് 0.14 ആണ്. ഇൻറ്റു c² റൂട്ട് വരുമ്പോൾ സി ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ വെലോസിറ്റി എത്രയാണ്, 0.14 അല്ലെങ്കിൽ 0.14 ടൈംസ് ദ വെലോസിറ്റി ഓഫ് ലൈറ്റിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ആ ഒരു റോക്കറ്റ് മൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ എന്ത് ചെയ്തത്, നമുക്ക് 1 മീറ്റർ കുറഞ്ഞതായിട്ട് തോന്നുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, എ റോഡ് 1 meter long is moving along its length with velocity 0.6c. Calculates length as appear to an observer on the earth and moving with the moving with the road itself. അപ്പോൾ റോഡ് എന്ത് ചെയ്യുന്നു, ഒരു 0.6 വെലോസിറ്റിയിൽ മൂവ് ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ നേരത്തെ ക്വസ്റ്റ്യൻ തന്നെയാണ്, നേരത്തെ നമ്മൾ ചെയ്ത അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പോൾ എർത്തിൽ എന്ത് ചെയ്യും, കോൺട്രാക്റ്റഡ് ലെങ്ത് ആയിരിക്കും കാണുന്നത്. അപ്പോൾ ഒരു 1 മീറ്റർ എന്ന് പറയുമ്പോൾ 100 സെന്റിമീറ്റർ ആണ്. ഓക്കെ, 100 സെന്റിമീറ്റർ. അപ്പോൾ ഇവിടെ അത് എത്രയായിട്ട് തോന്നും, എർത്തിൽ നോക്കുന്ന സമയത്ത് L0 റൂട്ട് ഓഫ് 1 മൈനസ് v² by c². v² അവിടെ 0.6 എന്ന് കൊടുക്കണം. ഡിവൈഡ് ബൈ c² ക്യാൻസൽ ആവും. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 100 ഇൻറ്റു 0.8 വരും, വിച്ച് ഈസ് ഈക്വൽ ടു എത്രയാണ്, 80 സെന്റിമീറ്റർ. ഓക്കെ, കോൺട്രാക്ട് ചെയ്തു, കാരണം അവിടെ നമുക്ക് 100 സെന്റിമീറ്റർ ഉള്ളതാണ്, ഇവിടെ എത്തിയപ്പോൾ 80 സെന്റിമീറ്റർ ആയിട്ട് മാറി. ഓക്കെ, ഇനി അക്കോർഡിംഗ് ടു ഒബ്സർവർ അറ്റ് മൂവിംഗ് വിത്ത് റോഡ്
അത് ആ റോഡിനൊപ്പം മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ സ്പേസ് ഷിപ്പിനകത്ത് റോഡ് ഇരിക്കുന്നെങ്കിൽ ആ സ്പേസ് ഷിപ്പിൽ ഇരിക്കുന്നയാൾക്ക് എത്ര തന്നെ തോന്നും? 100 സെന്റിമീറ്ററേ തോന്നത്തുള്ളൂ. വേറെ വേരിയേഷൻ തോന്നില്ല. അല്ലെങ്കിൽ 1 മീറ്റർ തന്നെയായിരിക്കും എന്ത് ചെയ്യുന്നത് ഇയാൾക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ആ ഒരു കാര്യം ഓർക്കണം കേട്ടോ നിങ്ങൾ എഴുതാനായിട്ട്. നിങ്ങൾക്ക് ചിലപ്പോൾ മറന്നു പോകും. ഇനി ഇക്വേഷൻ വല്ലതും ഉണ്ടോ എന്ന് ഓർത്തിരിക്കും. അങ്ങനെയില്ല. അതെന്ന് വെച്ചാൽ എന്താണ്? ആക്ച്വൽ ലെങ്ത് ആണ്. ഓക്കെ. നോക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതിൽ നമുക്ക് കോൺട്രാക്റ്റഡ് വോളിയമാണ് നമുക്കിവിടെ ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അതായത് ഒബ്റ്റെയിൻ ദ വോളിയം ഓഫ് എ ക്യൂബ്, ദ പ്രോപ്പർ ലെങ്ത് ഓഫ് ഈച്ച് എഡ്ജ് ഇസ് L0 വെൻ ഇസ് മൂവിംഗ് വിത്ത് വെലോസിറ്റി v അലോങ് വൺ ഓഫ് ഇറ്റ് എഡ്ജസ്. അതായത് ഒരു ക്യൂബ് എന്ത് ചെയ്യുന്നുണ്ട്? ക്യൂബ് ഒരു സ്പേസിൽ ഇങ്ങനെ മൂവ് ചെയ്യുകയാണ്. അപ്പോൾ മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ആക്ച്വൽ ലെങ്ത് L0 ആണ്. അപ്പോൾ അതിൻ്റെ വോളിയത്തിൽ എന്തെങ്കിലും വ്യത്യാസം വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമുക്കറിയാം ഒരു ക്യൂബിന്റെ വോളിയം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ക്യാപിറ്റൽ വി ആണ്. വോളിയം, വെലോസിറ്റി അല്ല, ഇത് വോളിയം ആണ് കേട്ടോ. വോളിയം വിച്ച് ഇസ് ഈക്വൽ ടു എ ക്യൂബ് ആണ്. ഓക്കെ. ഇപ്പോൾ എ ആണ് ഒരു സൈഡ് എങ്കിൽ ക്യൂബിന്റെ ഒരു സൈഡ് എ ആണെങ്കിൽ, ഒരു ക്യൂബാണ് അതിന്റെ ഒരു സൈഡിന്റെ ലെങ്ത് എ ആണെങ്കിൽ എ ക്യൂബ് ആണ് അതിന്റെ വോളിയം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഞാനിപ്പോൾ എടുത്ത ഈ ഒരു ക്യൂബിനെ സംബന്ധിച്ചിട്ട് അതിന്റെ ഒരു സൈഡ് ലെങ്ത് എന്ന് പറഞ്ഞാൽ അവിടെ എൽ എന്നാണ് പറയുന്നത്. ഓക്കെ. എൽ ആണ് അതിന്റെ ഒരു ലെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൽ ആണ് ലെങ്ത്. കാരണം നമുക്ക് ആ മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ v വെലോസിറ്റിയിൽ സഞ്ചരിക്കുമ്പോൾ ഉള്ള ലെങ്ത് ആണ് എനിക്ക് അവിടെ, അല്ലെങ്കിൽ വോളിയമാണ് എനിക്ക് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ അവിടെ ശരിക്കും L0 എടുത്താൽ പോരാ. ഓക്കെ. L0 മീൻസ് അതിന്റെ പ്രോപ്പർ ലെങ്ത് ആണ്. പക്ഷേ ഈ മൂവ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ L ആയിരിക്കും എന്ത് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വോളിയം എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? എൽ ക്യൂബ് കിട്ടും. എൽ ക്യൂബ് എന്ന് പറയുമ്പോൾ എൽ ക്യൂബ് വിച്ച് ഇസ് ഈക്വൽ ടു L0 ക്യൂബ് റൂട്ട് ഓഫ് 1 മൈനസ് v സ്ക്വയർ ബൈ c സ്ക്വയർ. ഇതിനകത്ത് കംപ്ലീറ്റ് റൂട്ട് കൊടുക്കണ്ട. കാരണം ഇതെന്ന് വെച്ചാൽ വെലോസിറ്റി ടേം ആണ്. ഓക്കെ. ഇതിനകത്ത് വരുന്നത്. അവിടെ നമ്മൾ ക്യൂബ് കൊടുക്കേണ്ട കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? ലെങ്തിന് മാത്രം, അല്ലെങ്കിൽ L0 വാല്യൂവിന് മാത്രം എന്ത് ചെയ്താൽ മതി? നമ്മളവിടെ ആ ഒരു ക്യൂബ് കൊടുത്താൽ മതി. ഓക്കെ. അതായത് വോളിയം ഓഫ് ദി ക്യൂബ് v ഈക്വൽ ടു, കാരണം L ആണ് എന്തായിട്ട് മാറുന്നത്? L0 ആയിട്ട് മാറുന്നത്. ഓക്കെ. കൺവേർഷൻ. ഓക്കെ. അല്ലെങ്കിൽ അതിന്റെ വേരിയേഷൻ ആയിട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് L0 മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി? അവിടെ ക്യൂബ് കൊടുത്താൽ മതി. ഇതിപ്പോൾ പ്രോബ്ലം അല്ലല്ലോ, നമുക്ക് അത് തന്നിട്ടുണ്ട് അവിടെ L0 ആണ് ലെങ്ത് എന്ന് മൂവ് ചെയ്ത സമയത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം? L0 തന്നെ കൊടുക്കുക. ഇപ്പോൾ L ആണ് തന്നിരിക്കുന്നത് L എന്ന് കൊടുക്കുക, A തന്നിരിക്കുന്നത് A കൊടുക്കുക, എന്താണ് തന്നിരിക്കുന്നത് അതിന്റെ ക്യൂബ്. വോളിയം ആയിരിക്കും ഇപ്പോഴും ചോദിക്കുന്നത്. അതുകൊണ്ട് വോളിയത്തിന്റെ ടേംസ് ഒന്നും ചോദിക്കാറില്ല, വേറെ ഒന്നും ചോദിക്കാറില്ല അങ്ങനെ. അപ്പോൾ ഇതിപ്പോൾ വോളിയം ഓഫ് എ സിലിണ്ടർ ആണ് ചോദിക്കുന്നതെങ്കിൽ ആ ഒരു സിലിണ്ടറിന്റെ വോളിയത്തിന്റെ ഇക്വേഷൻ കൊടുത്തിട്ട് അവിടെ തന്നിരിക്കുന്ന ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഓക്കെ. അത്രയും മാത്രം ചെയ്താൽ മതിയാവും. അതാണ് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ. ഇത്തരം ക്വസ്റ്റ്യൻസ് അങ്ങനെ ചോദിക്കാറില്ല. ഇൻ കേസ് ചോദിക്കുകയാണെങ്കിൽ ഇതുപോലെ ആയിരിക്കും അറ്റൻഡ് ചെയ്യേണ്ടത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 5th ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് ടൈം ഡയലേഷൻ ആണ് ഡിറ്റർമിൻ ചെയ്യേണ്ടത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എ ക്ലോക്ക് ഇൻ എ സ്പേസ് ഷിപ്പ് എമിറ്റ് സിഗ്നൽസ് അറ്റ് ഇന്റർവൽ 1 സെക്കൻഡ് ആസ് ഒബ്സർവ്ഡ് ബൈ എൻ ആസ്ട്രോനോട്ട് ഇൻ ദ സ്പേസ് ഷിപ്പ്. അപ്പോൾ സ്പേസ് ഷിപ്പിനകത്ത് ഒരു ആസ്ട്രോനോട്ട് നിൽപ്പുണ്ട്. ഓക്കെ. അദ്ദേഹം അവിടെ ഒരു ക്ലോക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ. ആ ഒരു ക്ലോക്കിൽ ഓരോ സമയം, ഓരോ 1 സെക്കൻഡ് കഴിയുമ്പോൾ എന്ത് ചെയ്യാം? ആ ഓരോ പൾസസ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഓക്കെ. ഓരോ സിഗ്നൽസ് ഇങ്ങനെ എമിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് ആ ഒരു സ്പേസ് ഷിപ്പിനകത്താണ് ഇരിക്കുന്നത്. അപ്പോൾ സ്പേസ് ഷിപ്പിനകത്ത് ഇരിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്തായിരിക്കും? 1 സെക്കൻഡ് തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഫീൽ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഓരോ സിഗ്നൽ പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് അതെന്ത് ചെയ്യുന്നു? 1 സെക്കൻഡ് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഒരു കാര്യം, ഇതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് എന്താണ്? 3 × 10⁻⁷ മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഓക്കെ. ഈ ഒരു സ്പേസ് ഷിപ്പ് മൂവ് ചെയ്യുന്നത് 3 × 10⁻⁷ മീറ്റർ പെർ സെക്കൻഡ് ആണ്. 3 × 10⁻⁷ മീറ്റർ പെർ സെക്കൻഡ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 0.1 c എന്നാണ് വരുന്നത്. ഓക്കെ. 0.1 ടൈംസ് c. 10⁸ അല്ലേ സ്പീഡ് ഓഫ് ലൈറ്റിന്റെ വെലോസിറ്റി. ഇവിടെ 10⁻⁷ ഉള്ളൂ. അത് 0.1 ടൈംസ് ആണ് c എന്ന് പറയുന്നത്. അത് നോക്കണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ സ്പേസ് ഷിപ്പ് എന്ന് പറയുന്നത് എത്ര സഞ്ചരിക്കുന്നു? 3 × 10⁻⁷ മീറ്റർ പെർ സെക്കൻഡ് വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗ്രൗണ്ടിൽ, നമ്മൾ എർത്തിൽ നിന്നുകൊണ്ട് ഒരാൾ കൺട്രോൾ സെന്ററിലുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് ഇവിടെ നിൽക്കുമ്പോൾ ഇവിടെ അത് എത്ര സമയത്തിൽ പോകുന്നതായിട്ട് തോന്നുന്നു? ഇദ്ദേഹത്തിന് അത് എത്ര സമയത്തിൽ പോകുമെന്ന് നോക്കണം. അപ്പോൾ അയാൾ എർത്തിലാണ് നിൽക്കുന്നത്. ഓക്കെ. അതായത് സ്റ്റേഷനറി ഫ്രെയിമാണ്. അപ്പോൾ ഇവിടുത്തെ ആക്ച്വൽ ടൈം എന്ന് പറയുന്നത് 1 സെക്കൻഡ് ആണ്. ഓക്കെ. T0 1 സെക്കൻഡ് ആണ്. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ടിയുടെ വാല്യൂ ആണ്. T is equal to 1/√1 മൈനസ് 3 × 10⁻⁷. ഇവിടെ ലൈറ്റിന്റെ വേഗത കൊടുക്കുക. കാരണം ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട് 0.1 ടൈംസ് c എന്നുള്ളത് തന്നിരിക്കുന്നത് സ്പീഡ് ഓഫ് ലൈറ്റ് ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം? അത് സിംപ്ലിഫൈ ചെയ്ത് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് തന്നെ എന്ത് ചെയ്യുക? മറ്റേ ഈ 0.1 c എന്നായിരുന്നെങ്കിൽ അങ്ങനെ കൊടുത്ത് ചെയ്താൽ മതിയായിരുന്നു. നമുക്ക് എന്ത് കിട്ടും? 1 -
3 into 10⁻⁷/3 into 10⁸ രണ്ട് സ്ക്വയർ ആണ് ചെയ്യുന്ന സമയത്ത് 1.005 സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിലേ അദ്ദേഹത്തിന് എന്ത് ചെയ്യാം, എർത്ത് നിൽക്കുന്ന ആൾക്ക് അല്ലെങ്കിൽ കൺട്രോൾ സെന്ററിൽ നിൽക്കുന്ന ആൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ടൈം ഡിലേ അവിടെ ഫീൽ ചെയ്യാം. ഓക്കെ, 1 സെക്കൻഡിൽ എത്തുന്ന സിഗ്നൽ ഈ അദ്ദേഹത്തിന് 0.005 ടൈംസ് എന്ത് ചെയ്യുന്നുണ്ട്, 5 സെക്കൻഡ്സ് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഡിലേ സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ടൈം ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് ഡിസ്കസ് ചെയ്യാം. ഇനി ഇതിൽ നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ലാസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ളത് വേരിയേഷൻ ഓഫ് വെലോസിറ്റി. വെലോസിറ്റിയുടെ വേരിയേഷൻ അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ട്രാൻസ്ഫർമേഷൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്നും ഡിസ്കസ് ചെയ്തില്ല. നമ്മൾ വേരിയേഷൻ ഓഫ് ദ ട്രാൻസ്ഫർമേഷൻ ഓഫ് വെലോസിറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. വെലോസിറ്റി നമുക്ക് ലോറൻസ് ട്രാൻസ്ഫർമേഷൻ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യാൻ പറ്റും. നമ്മൾ ഗലീലിയൻ ട്രാൻസ്ഫർമേഷനിൽ വെലോസിറ്റി ട്രാൻസ്ഫർ ചെയ്തിരുന്നു, പക്ഷേ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. അപ്പോൾ നമുക്ക് ഈ ലാസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് വെലോസിറ്റി ട്രാൻസ്ഫർമേഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇന്ന് ഞാൻ പഠിപ്പിച്ച ആ ഒരു മാസ് എനർജി റിലേഷൻ, അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രോബ്ലം കൂടി ഡിസ്കസ് ചെയ്യണം. അപ്പോൾ അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ പ്രോബ്ലംസിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല സർ. ഇല്ല സാർ. ഓക്കെ, അപ്പോൾ കറക്റ്റായിട്ട് നോക്കുക, ഡെറിവേഷൻ നോക്കുക കേട്ടോ. ബാക്കി റെക്കോർഡ് ക്ലാസ്സിൽ നോക്കുക. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.